I begin to I begin to നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കനക ഗൗതം വ്ളോഗ്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എൻ്റെ പേര് കനക എന്നാണ് കേട്ടോ. ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടും വെയ്റ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടും പിന്നെ ഡെയിലി ലൈഫ് സ്റ്റൈലൊക്കെ ചെയ്യുന്ന ഒരു വ്ളോഗറാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കൊല്ലത്ത് ലുലു വന്നു. എൻ്റെ നാടാണ് കൊല്ലം. അപ്പോൾ അത് നമ്മളൊന്ന് എടുക്കണല്ലോ. ലുലു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രീംസ് മോളിലാണ് കേട്ടോ വന്നത്. കൊട്ടിയത്ത് ലുലു ഡെയിലിയും ലുലു കണക്റ്റും ആണ് വന്നിരിക്കുന്നത്. ലുലു ഡെയിലി വന്നിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു. അവിടെ തന്നെ നമുക്ക് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ലുലു ഡെയിലി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ സോപ്പുകളാണ് കേട്ടോ. ഈ നടുക്ക് കാണുന്ന ആ ഒരു റോ ഫുള്ള് സോപ്പുകളും കാര്യങ്ങളാണ്. നിറയെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു 50% വരെ ഓഫറുള്ള സോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും സംഭവങ്ങളുടെ ഓഫറും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓഫേഴ്സ് ആ ഒരു ഭാഗം വരുമ്പം, കാരണം എല്ലാം കൂടെ എനിക്ക് സ്ലോലി എടുത്തിട്ട് പോകാൻ പറ്റില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് ഭയങ്കര കൂടുതലാണ് ഇപ്പോൾ തന്നെ. ഇതിലും കൂട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും ആ ഒരു റേറ്റ് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ നമ്മുടെ ഈ വാഷിംഗ് മെഷീനിലൊക്കെ കഴുകുന്ന മറ്റേ ഡിറ്റർജൻറ്റ് ലിക്വിഡില്ലേ, അതുണ്ട്. സോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. സോപ്പ് പൊടികളുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ നോർമൽ ഈ വലിയ പാക്കറ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു ഓഫർ കാണും. അത് കൂടാതെ നമ്മുടെ ലുലുവിൻ്റെ ഓഫേഴ്സും ഇതിൽ അവൈലബിൾ ആണേ. അപ്പോൾ ഞാനിത് ഡിസംബർ 25 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓഫേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം ചെന്നോളൂ. പിന്നെ നിങ്ങൾ ചെല്ലുന്ന ടൈമിൽ ഓരോ ദിവസത്തെ പ്രൈസ് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പുറത്തേക്ക് കണ്ടെയ്നേഴ്സാണ് ഇരുന്നത്. ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾ കറികളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടോ. ഈ സ്പിൻ മോപ്പ് 499 രൂപയ്ക്കാണ് ഓഫറിൽ കിടക്കുന്നത്. നിങ്ങൾ വീടൊക്കെ തുടയ്ക്കാൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. പറ്റുകയാണെങ്കിൽ ഒന്ന് വാങ്ങി നോക്കേ. ഞാനിത് യൂസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അത്രയും എളുപ്പമാണ് നമുക്ക് തറ തുടയ്ക്കാനൊക്കെ. അപ്പോൾ ഇങ്ങോട്ടും വീണ്ടും കണ്ടെയ്നേഴ്സൊക്കെ ഓഫറിലുണ്ട്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു ഫ്രൈയിങ് പാനും അതിൻ്റെ കുറച്ചും കൂടെ കുഞ്ഞതായിട്ടുള്ളതും ഓഫറിൽ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ 599 ഒക്കെയാണ് ആ ഒരു റേറ്റ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഈ തുടങ്ങിയ അന്നോട്ടേ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയെടുക്കുക. പിന്നെ കാസ്ട്രോള് 3 വരുന്നതും അവൈലബിൾ ആണ്. വലുത്, അതിൻ്റെ ചെറുത്, അതിൻ്റെ കുറച്ചും കൂടെ ചെറുത് വരുന്നതും അവൈലബിൾ ആണ്. ഈ ജഗ്ഗും പിന്നെ അതിൻ്റെ ആ ഒരു ഗ്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റീൽ ബോട്ടിലുകളാണ് കേട്ടോ. ഇത് അടിപൊളി ഓഫറാണ് കേട്ടോ. ഈ ഒരു സ്റ്റീൽ ബോട്ടിലുകളിനൊക്കെ കിടക്കുന്ന ഭയങ്കര റേറ്റ് കുറവാണ്. ഈ ഒരു ബോട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിന് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതെന്തോ 179 റുപ്പീസോ അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. ഇതിൽ 50% ഓഫ് ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുക്കറിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഒക്കെ കുക്കർ അവൈലബിൾ ആണ് കേട്ടോ. കുക്കറിൻ്റെ ഒക്കെ ഓഫർ നമ്മൾ ഈ എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രീമിയർ ഉണ്ട്, ഇംപെക്സ് ഉണ്ട്, എല്ലാത്തിനും ഓഫറുണ്ട്. ഓഫർ റേറ്റ് ഒക്കെ മേളിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ഈ കാണുന്ന ഭാഗത്തിൽ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കിയാൽ മതി കേട്ടോ. ഇതൊക്കെ ഒരു സ്റ്റീൽ കുക്കറാണ് കേട്ടോ ഈ കാണുന്നത്. ഷെഫ് ലൈൻ എന്നൊക്കെ പറയുന്നത്. അത് കണ്ടില്ലേ, ഭയങ്കര കുഞ്ഞു കുക്കർ. നമുക്ക് ഈ അവിയലൊക്കെ കുറേശ്ശെ വെക്കാനായിട്ട് എളുപ്പമാണ്. അതേപോലെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും ഒരു കുക്കറും കൂടെ ചേർന്ന് വരുന്നതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിലെല്ലാം ഓഫറുണ്ട്. ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും അവർ ഓഫറിലാണ് ഇട്ടേക്കുന്നത്. ഇത് ഒരു ഡൈനർ സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഒക്കെ ഓഫറിലുണ്ട്. നിങ്ങൾ ആ മെയിലിൽ കാണിച്ച് നോക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നിറയെ ചോക്ലേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ വശമാണ് ഇതൊരു ബിരിയാണി പോട്ടാണ് കേട്ടോ. അതിനും ഒക്കെ മെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫേഴ്സും കാണാം. ഇതൊക്കെ നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആളാണെങ്കിലും മനസ്സിലാവും ഈ ഓരോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രവും കുക്കറൊക്കെ നല്ല ഓഫേഴ്സ് ആണെന്നുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരും തോറും ഇങ്ങോട്ട് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി നല്ല രീതിയിലുള്ള ഓഫേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കുറേ പ്ലേറ്റ്സ് ഉണ്ട്.
പ്ലേറ്റ്സൊക്കെ നല്ല ഈ പൊട്ടുന്ന ടൈപ്പ് പ്ലേറ്റാണ് കേട്ടോ. വൈറ്റ് കളറൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഓഫറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ആ ഒരു 3 സ്പൂണൊക്കെ 99 അങ്ങനെ എന്തോ ഒരു റേറ്റ് ആയിരുന്നു. 99 അത് തന്നെ, ആ ഒരു റേറ്റിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റിപ്പിളിൻ്റെ ആ തേയിലയും 189 റുപ്പീസിനാണ് ഇത്ര വലിയ പാക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള. നല്ല തേയില കേട്ടോ റിപ്പിളിൻ്റെ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് സ്വിങ്ങിൻ്റെ ജ്യൂസാണ് കേട്ടോ. ഇതും ഓഫർ പ്രൈസിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ കോക്കനട്ട് വാട്ടറിൻ്റെയൊക്കെ നല്ലതാണ്, ഞാനിത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ മറ്റ് താഴെ കാണുന്ന അത്ര അറിയില്ല, പക്ഷേ കോക്കനട്ട് വാട്ടർ നല്ലതാണ്. പിന്നെ ഇതൊക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫിഷ് കറി മസാലകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫിഷ് വാങ്ങിയിട്ട് ഈ ഒരു സംഭവമായിട്ട് വെള്ളം ഒഴിച്ച് അങ്ങ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ബിരിയാണി മസാല ഉണ്ട്. ഈ ബിരിയാണീൻ്റെ മസാല തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ട്രഡീഷണൽ ബിരിയാണി മസാല ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഫിഷ് ബിരിയാണി മസാല ഉണ്ട്, തന്തൂരി ചിക്കൻ മസാല ഉണ്ട്, അങ്ങനെ പലതുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. എല്ലാത്തരം നമ്മുടെ കാഷ്യൂവും ആൽമണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതിൻ്റെ നമ്മൾ എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ ഓഫറിന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഈ ഡെറ്റോളിൻ്റെ ഇല്ലേ, ഇത് നമുക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങി നമ്മൾ പെറ്റ്സിൻ്റെ ആ ഒരു കൂടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. അണുക്കളും പോവും, നല്ലൊരു സ്മെല്ലും കിട്ടുമേ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണെങ്കിൽ കുറച്ച് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഹെയർ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൗഡേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതും കണ്ടില്ലേ, ഇത് ബൈ 1 get 1 99 റുപ്പീസിനാണ്. ഹാൻഡ് വാഷാണ്, നല്ലൊരു ഓഫറാണ് കേട്ടോ. അതൊക്കെ ക്യൂട്ടിക്കൂറേൻ്റെ സോപ്പും ഒക്കെ മിക്കതും എന്താ പറയുക, എല്ലാത്തിനും ഓഫർ ഉണ്ട് എന്ന് തന്നെ പറയാം. ഞാൻ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ സോപ്പുകളുടെ ഒരു ഓഫർ നിങ്ങൾ ആദ്യമേ കാണിച്ചില്ല, തീർന്നിട്ടില്ല. ഇപ്പുറത്തെ സൈഡിലും ഓഫേഴ്സ് അവൈലബിൾ ആണ്. കണ്ടില്ലേ, നിറയെ സോപ്പുണ്ട്. പിയേഴ്സിൻ്റെയും ഡോവിൻ്റെയൊക്കെ സോപ്പിന് ഞാൻ അധികം അങ്ങനെ ഓഫേഴ്സ് കണ്ടില്ല. പിന്നെ ടൂത്ത് പേസ്റ്റൊക്കെ ഇഷ്ടം പോലെയാണ്, ഏത് വേണമെങ്കിലും വാങ്ങി പല്ലി വെച്ചോ കേട്ടോ. വേണമെങ്കിൽ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കൊല്ലത്തുള്ളവരാണെങ്കിൽ ഓടി വന്ന് ഇവിടുന്ന് വാങ്ങിച്ചോ. എല്ലാം റേറ്റ് ഓഫേഴ്സിലൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ ഈ ഒരു ഹാർപ്പിക് ഉണ്ടല്ലോ, ഇത് നമുക്ക് നമ്മുടെ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്താൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ 2 ഡബിളായിട്ട് വരുന്നതാണ്, അതിനും ഓഫർ അവൈലബിൾ ആണ്. ഞാൻ ഈ ഓഫറൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലേ, കുറേ ഓഫേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഈ ടിഷ്യൂ പേപ്പറും ബൈ 1 get 1 ഫ്രീ ആണ്. ഇതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വാഷ് ബേസിനെ ആ ഒരു ടോയ്ലറ്റ് ക്ലീനേഴ്സും കാര്യങ്ങളും ഒക്കെ ബൈ 1 get 1 അവൈലബിൾ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ലിക്വിഡാണ് കേട്ടോ. നമ്മുടെ തുണി കഴുകുന്ന ലിക്വിഡ് 179 റുപ്പീസിനാണ്. നമുക്ക് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ പാത്രം കഴുകുന്ന സംഭവങ്ങളും എല്ലാം ബൈ 1 get 1 ആണ്. പിന്നെ ഈ ഒരു VI വാഷിൻ്റെയൊക്കെ 3 ലിറ്റർ വാങ്ങുമ്പം എത്രയോ ലിറ്റർ ഫ്രീ ഒക്കെ അങ്ങനെയൊക്കെ കേട്ടോ. നിങ്ങൾ എല്ലാം മേലിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുന്ന സൈഡിലൊക്കെ നമ്മുടെ സോപ്പ് പൊടി, പ്രില്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ചെറുത് മേലിൽ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ടിരിക്കുക കണ്ടിട്ട്. പിന്നെ കംഫർട്ടും കാര്യങ്ങളൊക്കെ അവിടെ താഴെ തന്നെ കുറച്ച് വെച്ചിട്ടുണ്ട്. പാഡും കാര്യങ്ങളും എല്ലാം താഴെയുണ്ട്. മേളിൽ പാഡ്സിൻ്റെയൊക്കെ നിറയെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ഓഫേഴ്സ് മാത്രമല്ല, നിറയെ വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ചോക്ലേറ്റ് കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊരു തുടക്കം മാത്രം. ഇതും കുറേ വെറൈറ്റീസും മേളിൽ ഫസ്റ്റ് ഫ്ലോറിലും കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ലുലു ഡെയിലി എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോറിലും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഗ്രോസറീസ് നിറയെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കണ്ടിട്ട് ഇത് മാത്രമല്ല, ഇനി അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെയുള്ള ഈ പാലിൽ കലക്കി കുടിക്കുന്ന എല്ലാ സാധനങ്ങളും മേളിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ താഴെ മാത്രം നോക്കി ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേളിലും കൂടെ പോയിട്ട് കുറേ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നോക്കിയെടുക്കുക കേട്ടോ. ഈ മ്യൂസിലെയൊക്കെ തന്നെ പല വെറൈറ്റീസിലുള്ളത് മേളിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ അവിടെയും കൂടെ പോയി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓഫേഴ്സിനുള്ളതും നിങ്ങളുടെ ടേസ്റ്റിന് പറ്റിയതും കിട്ടും. പിന്നെ ഈ സോസസ് ഒക്കെയാണ് ഒരു സെക്ഷൻ വരുന്നത്. ഇതിൻ്റെയൊക്കെ തന്നെ ഈ ഒരു മയണൈസ് ആയാലും ഇതൊക്കെ നമ്മുടെ ലുലുവിൻ്റെ തന്നെയും മയണൈസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതും അത്യാവശ്യം നല്ലതാണ്, ഞാൻ വാങ്ങി കഴിച്ചതുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെയും മയണൈസും സോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് ബ്രാൻഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതും വാങ്ങാം, ഇല്ല ലുലുവിൻ്റെ തന്നെ വേണമെങ്കിൽ അതും കിട്ടുവേ. പിന്നെ ഇവിടെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും, ഡ്രൈ ഫ്രൂട്ട്സ് അല്ല ഡ്രൈ നട്ട്സ് അവൈലബിൾ ആണ്.
പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫുള്ള് അച്ചാറുകളാണ്. ഒരു സെക്ഷൻ മൊത്തത്തിൽ ഏത് അച്ചാർ വേണമെങ്കിലും നോക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ടേസ്റ്റി നിബിൾസിൻ്റെയൊക്കെ കുറേ കറികൾ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ റെഡിമെയ്ഡ് ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ മറ്റേ ട്യൂണയാണ് കേട്ടോ, ട്യൂണ ഇൻ ഒലിവ് ഓയിൽ, ട്യൂണ ഇൻ സൺഫ്ലവർ ഓയിൽ, അങ്ങനത്തുള്ള സംഭവങ്ങളില്ലേ, സാലഡ്സൊക്കെ നമുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സാൻഡ്വിച്ചൊക്കെ ചെയ്യുമ്പോഴോ യൂസ് ചെയ്യാൻ പറ്റിയ അതൊക്കെയാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ബേക്കിംഗ് വേണ്ട എല്ലാ സാധനങ്ങളാണ്. അതായത് ബേക്കിങ്ങിൻ്റെ ട്രേയും കാര്യങ്ങളല്ല, കൊക്കോ പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ അവിടെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെറിയ സെക്ഷനിൽ ചമ്മന്തിപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, പ്രോൺസിൻ്റെയൊക്കെ ചമ്മന്തിപ്പൊടിയൊക്കെയാണ്. അതും നല്ലൊരു സംഭവമായിട്ട് തോന്നി, നല്ല ടെംപ്റ്റിംഗ് ആണ് കേട്ടോ കാണുമ്പോൾ. പിന്നെ ഇവിടെയൊക്കെ കുറേ ടൂട്ടി ഫ്രൂട്ടീസ് ഉണ്ട്. പിന്നെ നിറയെ ഹൽവാൻ്റെ ഒരു സെക്ഷനാണ്. ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സെക്ഷൻ, കാരണം ഇവിടെ പുട്ടുപൊടി സഹിതമുണ്ട് കേട്ടോ. പിന്നെ ഇത് നമുക്ക് പരിപ്പ്, കടല അങ്ങനെയുള്ളതൊക്കെ ലൂസിന് തരും. അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് അവിടെ ലൂസിന് അവൈലബിൾ ആണ്. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി, അവരെടുത്ത് നമുക്കത് ബില്ല് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, അത് നിറയെ ഉണ്ട്. ഈ കാണുന്ന എന്ത് സംഭവങ്ങൾ വേണമെങ്കിലും നമുക്കെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് മിക്സ്ഡായിട്ട് പോയേക്കാണ് കേട്ടോ. അപ്പോൾ ബ്രെഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബ്രെഡ് ലുലുവിൻ്റെ തന്നെ ബ്രാൻഡും ഉണ്ട്, അല്ലാത്ത നമ്മുടെ എലൈറ്റ്, മോഡേൺ അങ്ങനെയുള്ള ബ്രാൻഡുകളും ഉണ്ട് കേട്ടോ. പിന്നെ സ്വീറ്റ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ നിറയെ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഒത്തിരി ഉണ്ട്, ഒത്തിരി നമുക്ക് നോക്കിയെടുക്കാൻ പറ്റിയ ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് മേളിലിരുന്ന സാധനം, ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നിറയെ പേര് വന്നത് വാങ്ങിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ സെക്ഷനിൽ നിറയെ നമ്മുടെ ലുലുവിൻ്റെ തന്നെ ബ്രെഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബണ്ണുണ്ട്, പാവ് ബജി ബണ്ണ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഞാനത് കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ സാൻഡ്വിച്ച് ബണ്ണാണെന്ന് തോന്നുന്നല്ലേ. പിന്നെ പപ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ചെന്നപ്പം എല്ലാം എടുത്ത് വെക്കുന്നതേ ഉള്ളൂ, ബാക്കി അങ്ങോട്ട് കൊണ്ടുവന്ന് ബേക്ക് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. ഞാൻ രാവിലെ പോയി വീഡിയോ എടുത്തതാണ്. പിന്നെ ഹണി കേക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ റഷ്യൻ ഹണി കേക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിയാൽ മതിയേ. മാത്രമല്ല നമ്മുടെ ബർത്ത്ഡേ കേക്ക്സും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ മഫിൻസ് ആണ്, മഫിൻസ് അടിപൊളിയാണ്. ഇവിടുത്തെ മറ്റേ എന്തായിരുന്നു അതിൻ്റെ പേര്, ഡോണട്ടില്ലേ, ഡോണട്ടൊക്കെ കിടിലാണ് മക്കളെ. പല ഈ ചോക്ലേറ്റ്സ് വരുന്ന ഡോണറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് പിന്നെ എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഫ്രഞ്ച് ബ്രെഡ് ആണെന്നാണ് പറയുന്നത്. ഇത് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് പറയും കേട്ടോ. കാരണം ഞാൻ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് പേര് വന്നത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. കണ്ടപ്പോൾ കൗതുകം തോന്നി, ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു സംഭവമൊക്കെ അതേ 160 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെ കേക്കൊക്കെ 130 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടും കേട്ടോ, നമ്മുടെ ഈ ആൽമണ്ട് കേക്ക്. പിന്നെ അത് ഈ കാണുന്ന കേക്കൊക്കെ 150 രൂപ, 160 രൂപ ആ ഒരു റേഞ്ചിലുള്ള കേക്കുകളാണ് കേട്ടോ. ഇതൊക്കെ വേഗം തീർന്നു. ഞാൻ ക്രിസ്മസിൻ്റെ അന്നാണ് പോയത്, ഇതൊക്കെ തീർന്നു കേട്ടോ. കാരണം ഭയങ്കര സെയിൽ നടക്കുന്നുണ്ടായിരുന്നു, കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ടേസ്റ്റാണെന്ന്. പക്ഷെ ഞാനിപ്പോൾ ഡയറ്റിലായതുകൊണ്ട് ഇതൊക്കെ വാങ്ങിയില്ല, വാങ്ങിക്കഴിഞ്ഞാൽ ഇരുന്ന് തിന്നൂല്ലോ. പിന്നെ ഇതൊക്കെ സാലഡ്സ് ആണ് കേട്ടോ. ഇവിടെ സാലഡ്സ് ഉണ്ട്. പിന്നെ ഇത് മറ്റേ ഹമ്മൂസോ ഈ സാധനമൊക്കെയാണ് കേട്ടോ. പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അങ്ങനത്തെ ഉള്ള കുറേ സാധനങ്ങൾ ഇങ്ങനത്തെ ഉള്ള ആ ഒരു നമ്മുടെ ഫുഡ് കോർട്ടിന് തൊട്ടടുത്ത് ചേർന്നിട്ടാണ് കേട്ടോ ഇരിക്കണേ. ഫുഡ് കോർട്ടല്ല, ഫുഡ് സെക്ഷന് തൊട്ട് ചേർന്നിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അവിടുത്തെ ആ ഒരു ബാസ്ക്കറ്റിൽ. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. പിന്നെ ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ ഇത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ലഡുവാണ്. എൻ്റെ പൊന്നി ഭയങ്കര ടേസ്റ്റ്, 50 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. പറ്റുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി നോക്കും കേട്ടോ. ഗുലാബ് ജാമുനും ചെറുത് അവൈലബിൾ ആണ്. ഈ ഇരിക്കുന്നതിൽ കുറേ കട്ട് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. കട്ട് ചെയ്ത് അവർ പീൽ ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്, നമ്മൾ കൊണ്ടുപോയി അങ്ങ് തിന്നാൽ മതി. പിന്നെ അവിടെ ഗ്രീക്ക് സാലഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം പോയപ്പം. ഇന്നിപ്പം ഞങ്ങൾ രാവിലെ ആയതുകൊണ്ടാണ് അവിടെ തീർന്നത്, അവരിനി അത് സ്റ്റോക്ക് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ സാൻഡ്വിച്ച് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ മിക്സഡ് ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ നോക്കിയാൽ മതി. എന്താ എളുപ്പമെന്ന് അറിയിക്കൊണ്ട് പോവുക, പാക്കറ്റ് പൊട്ടിക്കുക, തിന്നുക. പിന്നെ ആ കാണിച്ച ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ, കമ്പൂച്ചായോ ഇങ്ങനെ എന്താണ് പേര്, പ്രൊണൗൺസിയേഷനൊക്കെ തെറ്റാണോ എന്ന് അറിയില്ല, ട്രോള് വരരുത്. പിന്നെ ഇപ്പുറം കണ്ടില്ലേ, ചീസിൻ്റെ ഒക്കെ തന്നെ ചീസ്, ബട്ടർ അങ്ങനെയുള്ള മിൽക്ക് പ്രോഡക്ട്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇതിൻ്റെ ചീസും ബട്ടറൊക്കെ നമ്മുടെ ലുലുവിൻ്റെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും അപ്പുറം ഇരിപ്പുണ്ട്.
ഇവിടെ നിറയെ അങ്ങനത്തുള്ള സെക്ഷനാണ്. പിന്നെ ഇത് നമ്മുടെ യോഗേർട്ടാണ്, ഫ്രൂട്ട് യോഗേർട്ടൊക്കെ അടിപൊളി ഓഫേഴ്സിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വന്ന് അവിടെ നിന്ന് വാങ്ങുക. പിന്നെ ഗ്രിക്ക് യോഗേർട്ടൊക്കെ തപ്പി നടക്കുന്നവരാണെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചിലയിടത്ത് മിക്കയിടത്തും നമ്മുടെ കൊല്ലത്ത് ഗ്രിക്ക് യോഗേർട്ടൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ, അതായത് ഞാൻ പറയണേ അയത്തിൽ ആ ഒരു ഏരിയയിലൊക്കെ ഗ്രിക്ക് യോഗേർട്ട് എപ്പോഴും സ്റ്റോക്ക് ഔട്ടായി പോകാറുണ്ട് ഇവിടുത്തെ മാർക്കറ്റുകളിലൊക്കെ. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ കേടൊക്കെ തന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു 1 kg കേട് 99 റുപ്പീസിനാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് 125-130 രൂപയാണ് വാങ്ങുന്നത്. അത് കുറേ പേരുടെ ഫേവറേറ്റ് ആണെന്നറിയാം, അതും ഇവിടെ ഓഫറിനുണ്ട്. പിന്നെ പ്രോബയോട്ടിക് കേടും 99 റുപ്പീസിന് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർക്ക് അത് വാങ്ങാം. പിന്നെ ആ മിൽക്കി മിസ്റ്റിൻ്റെ പാക്കറ്റ് കേടില്ലേ 1 kg അതിനും ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ സംഭാരങ്ങളും യോഗേർട്ടൊക്കെ മറ്റേ ഫ്രൂട്ട് യോഗേർട്ടാണ് കേട്ടോ. പക്ഷേ മിൽക്കി മിസ്റ്റിൻ്റെ ബ്ലൂബെറിയുടെ ആ ഒരു യോഗേർട്ട് ഉണ്ടല്ലോ, ഫ്രൂട്ട് യോഗേർട്ട്, അത് പറ്റുകയാണെങ്കിൽ കഴിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങി കഴിച്ചു നോക്കൂ. സൂപ്പർ സാധനമാണ് കേട്ടോ. നിങ്ങൾ ഡയറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാനൊക്കെ കൊതിയുണ്ടെങ്കിൽ അത് വാങ്ങി ഒന്ന് കഴിച്ചു നോക്കൂ. ചെറിയ ആഡഡ് ഷുഗർ ഉണ്ട്, എന്നാലും വലുതായിട്ട് കുഴപ്പമില്ലേ. പിന്നെ ഇവിടെ നമ്മുടെ ബോണ്ടി, സ്നിക്കേഴ്സ് അങ്ങനെയുള്ള നിറയെ ചോക്ലേറ്റ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. താഴത്തെ തന്നെ ഉണ്ട്, ഇത് മേളിലും ഉണ്ട് കേട്ടോ. സ്നിക്കേഴ്സൊക്കെ പല വെറൈറ്റിയാണ്, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ടൈപ്പ് സ്നിക്കേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. പിന്നെ ഗാലക്സീൻ്റെ ഒരു വലിയ നിര തന്നെ അവർ താഴെയും മേളിലും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗാലക്സിയുടെ മിനി സ്നിക്കേഴ്സിൻ്റെയും മിനി ആയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിനുമൊക്കെ എന്തോ ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അവരെല്ലാത്തിനും ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെ റേറ്റും അധികം ഓർമ്മയില്ല, ഞാനങ്ങനെ നോക്കി വെക്കാത്തുണ്ട്. പിന്നെ ഇത് കാവൻസിൻ്റെ മിൽക്ക് ഷേക്കാണ്, 1 ലിറ്ററിൻ്റെ ആണ്, അതിനൊക്കെ ഓഫറുണ്ട്. ഈ റിയലിൻ്റെയും ട്രോപ്പിക്കാനോയ്ക്കും ഒക്കെ ഓഫറുണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. അതെ, ഓഫറുണ്ട് എന്നാണ് വിശ്വാസം. കാരണം ഇങ്ങനെ മൊത്തത്തിൽ കാണുന്നുണ്ട്, എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് ഇതിന് ഓഫേഴ്സ് ഉള്ളതെന്ന് കേട്ടോ. അപ്പോൾ അതും ഒക്കെ ഓഫേഴ്സിൽ അവൈലബിൾ ആണ്, വേണ്ടവർ വാങ്ങിക്കുമോ. അതൊക്കെ നല്ലതാണ് കേട്ടോ. ഈ കാവൻസിൻ്റെ മിൽക്ക് ഷേക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഈ ബി നാച്ചുറൽസിൻ്റെ അവൈലബിൾ ആണ്. പിന്നെ ഈ ആംപാന ഒക്കെ ഇതിലുണ്ട്, റോണ്ട് കേട്ടോ, അതും ഓഫറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ മിനിറ്റ് മെയ്ഡിൻ്റെ ആ ചെറിയ കുപ്പിയിലിരിക്കുന്ന ഓറഞ്ചിൻ്റെ ജ്യൂസ് പറ്റാണെങ്കിൽ വാങ്ങി കുടിച്ചു നോക്കും കേട്ടോ. അതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഓറഞ്ചിൻ്റെ പൾപ്പ് കിടപ്പുണ്ട്. ഭയങ്കര നമ്മൾ റിയലായിട്ട് ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞ് കുടിക്കുന്ന ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പം മിനിറ്റ് മെയ്ഡിൻ്റെ ഓറഞ്ചിൻ്റെ ജ്യൂസ് കേട്ടോ, പൾപ്പി ഓറഞ്ച് ജ്യൂസ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. പിന്നെ ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, വെറൈറ്റീസ് ഓഫ് ചീസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ബ്ലാക്ക് ഒലീവ്സിൻ്റെ തന്നെ വൈറ്റ് അല്ലല്ലോ, ബ്ലാക്ക് ഗ്രീനും ഒക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ ലുലുവിൻ്റെ ആ ഒരു സംഭവത്തിലാണ് കേട്ടോ. നിറയെ ടൈപ്പ് ഓഫ് ചീസസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയൊക്കെ ചീസസ് ആണെന്നുള്ളത്. അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ സോൾട്ടഡ് ബട്ടഡ്, അൺസോൾട്ടഡ് ബട്ടർ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ലുലുവിൻ്റെ തന്നെ ചെറിയ ചെറിയ പാക്കറ്റ്. ഈ കാണുന്നതൊക്കെ അച്ചാറുകളാണ്, കുറേ അച്ചാറുകൾ അവൈലബിൾ ആണ്. കുറേ ജാമുകൾ ഇതേപോലത്തെ ടിന്നിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ലുലുവിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ ചീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മുടെ ഈ ബ്രാൻഡഡ് ആയിട്ട്, അതായത് ബ്രാൻഡഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ അമുൽ, മിൽക്കി മിസ്റ്റ് അങ്ങനത്തെ വേണ്ടുന്ന ലുലുവിൻ്റെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നാൽ അവിടെ അതിൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ തന്നെ മയണൈസും കാര്യങ്ങളും ഒക്കെ ഇവരുടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അതും നല്ലതാണ്. മയണൈസും ഗാർലിക് മയണൈസ് എന്നൊക്കെ പറഞ്ഞു ഒക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ നല്ലതാണേ. പിന്നെ ഇത് അരിയൊക്കെയാണ് കേട്ടോ. അരിയൊക്കെ നമുക്ക് ലൂസിനെടുക്കും. അരിയൊക്കെ 46 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതും നമ്മൾ എത്ര വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലൂസിന് അവർ തന്നെ തൂക്കി ബില്ല് ആയിട്ട് തരും കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ പോയി ബില്ല് ചെയ്യുന്ന ടൈമിൽ പേ ചെയ്താൽ മതിയേ. പിന്നെ നിറയെ മിഠായികൾ അവൈലബിൾ ആണ്. ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ റേറ്റ് അവർ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മതി. ഇതൊക്കെ ലോട്ടസ് സീഡ്സ് ആണ് കേട്ടോ. നിറയെ ഫ്ലേവേഴ്സിൽ അതും അവൈലബിൾ ആണേ. ഇത് അവരുടെ ഫുഡ് സെക്ഷനാണ് കേട്ടോ. അവർ ഫുഡ് നല്ല ചൂടോടുകൂടി അവർ തന്നെ ഇങ്ങനെ തീരും തോറും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഫ്രൈഡ് ചിക്കനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബ്രോസ്റ്റഡ് ചിക്കൻ അടിപൊളിയാണ് ഇവിടുത്തെ, ഞാൻ വാങ്ങിയതാണ് കേട്ടോ. സ്ട്രിപ്സൊക്കെ 165 രൂപയ്ക്ക് എത്ര ഗ്രാം ഞാനത് കണ്ടില്ല, അപ്പോൾ നിങ്ങൾ നോക്കുക. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ലോലിപോപ്പ് അങ്ങനെ ഓരോ പാർട്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതേ കുറേ കറികൾ അവൈലബിൾ ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ എന്താ ഭംഗി നോക്കി. അഷ്ടമുടി ഫിഷ് കറിയാണ് കേട്ടോ. ആ ചൂരയാണോ എന്ത് മീനാണെന്നറിയില്ല, ചൂരയോ നെമ്മീനോ എങ്ങോട്ടാണ് കേട്ടോ.
കാണുമ്പോൾ തന്നെ നല്ല വായിൽ വെള്ളം വരുന്നുണ്ട്. ഈ ബീഫ് കോക്കനട്ട് ഫ്രൈ നല്ലതാണ്, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടവർ അതൊക്കെ ഒന്ന് വാങ്ങി നോക്കുക കേട്ടോ. പിന്നെ ഈ ഷവർമ ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ അവർ സ്റ്റാർട്ടായിട്ടില്ല, ഞാൻ രാവിലെ പോയി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഗ്രിൽ ചിക്കൻ തന്നെ പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇവിടെ ഒന്ന് നോക്കാം. റേറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് വെച്ച് നോക്കിയാൽ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവാണേ. പിന്നെ ചില്ലി ചിക്കൻ ഉണ്ട്, ഇവരുടെ ഒരു വൈറ്റ് പാസ്ത ഉണ്ട് കേട്ടോ. അയ്യോ അത് അടിപൊളിയാണ്. ഇന്നിവിടെ കാണുന്നില്ല, പക്ഷെ അത് നല്ലതാണേ. അപ്പോൾ അത് വേണ്ടവർ അതൊക്കെ ഒന്ന് വരുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ ഇനി ഒന്ന് വരുമ്പം ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, മാറ്റി മാറ്റി എടുക്കാം. പിന്നെ ഇവിടെ ബിരിയാണിയും മന്തിയും അവൈലബിൾ ആണ്, പക്ഷേ എനിക്ക് അത് ഞാൻ രാവിലെ പോയതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ തന്നെ ബിരിയാണിയും മന്തിയും നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ കിലോ ആ ഒരു രീതിയിൽ, അതായത് 1/2 കിലോയോ 1/4 കിലോയോ 1 കിലോയോ അങ്ങനെ നമുക്ക് തൂക്കി വാങ്ങിക്കാവുന്നതാണേ. ഇവിടെ ഫുഡ് സെക്ഷനൊക്കെ ഭയങ്കര ഹൈജീനിക്കാണ് കേട്ടോ, ഭയങ്കര നീറ്റാണ്. ഇപ്പം നമ്മൾ നടക്കുമ്പോൾ തന്നെ കുറേ പേര് ആ ഫ്ലോറിൽ തന്നെ ഉണ്ട് കേട്ടോ, ക്ലീൻ ചെയ്ത് അപ്പോൾ ക്ലീൻ ചെയ്ത് വരാനായിട്ട്. പിന്നെ ഇത് സാലഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത് അവർ തന്നെ മേക്ക് ചെയ്യുന്ന ഡ്രിങ്കാണ്. ഇതിലൊന്ന് കോൾഡ് കോഫിയും ഒന്ന് മൊഹബത്ത് ക സർബത്തും ആണ് കേട്ടോ. അത് പലത് മാറി മാറി വരും കേട്ടോ. അപ്പോൾ ഇത് അവരുടെ ഡ്രസ്സിങ്ങാണ് കേട്ടോ സാലഡിൻ്റെ. ഇത് നമ്മൾ മേക്ക് യുവർ ഓൺ സാലഡ് എന്നാണ്, അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെ വേണോ അവിടെ പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ വാരിക്കൂട്ടി ഇട്ടെടുക്കാം കേട്ടോ. അപ്പം അവർ തൂക്കം അനുസരിച്ചാണ്, കിലോയ്ക്ക് 250 രൂപ എന്നുള്ള തൂക്കത്തിലാണ് അവർ തൂക്കി തരുന്നത്. നമുക്കിതിൽ എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ എല്ലാം കൂടെ എടുത്ത് നമുക്ക് തന്നെ ഒരു സാലഡ് പോലെ ആക്കി അവർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഫ്രൂട്ട്സും അതെങ്കിലും ഫ്രൂട്ട്സിന് മാത്രം നമുക്ക് എടുത്ത് കൊടുക്കാം. ഇനിയല്ല ആ പാസ്തയൊക്കെ ഇരിപ്പുണ്ടല്ലോ, ഇത് ഓരോ ദിവസം മാറി വരും. ഞാനൊരു തുടങ്ങിയതിന് ശേഷം ഇതൊരു 3 വട്ടമെങ്കിലും ഞാൻ അവിടെ പോയിട്ടുണ്ട്. 3 വട്ടവും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സാലഡ്സിന് ഇരുന്നത്. ആ ഡ്രസ്സിങ്ങിൻ്റെ ലിക്വിഡ് മാത്രം നിങ്ങൾ നോക്കിയെടുക്കുക, കാരണം ഒരു വട്ടം എനിക്ക് പണി കിട്ടി, കാരണം അത് ഇച്ചിരി വിനീഗർ ഡ്രസ്സിങ് ആയിരുന്നു. അപ്പോൾ നിങ്ങളത് നോക്കി മാത്രം അത് എടുക്കുക കേട്ടോ. പിന്നെ അത് ഫിഷിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ കണ്ടത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണെങ്കിൽ നിറയെ നമ്മുടെ ഈ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഈ ചിക്കൻ ബർഗർ പാറ്റി അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ, അതൊക്കെ കുറേ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ എന്താ പറയുക, നിറയെ സംഭവങ്ങൾ അവൈലബിൾ ആണ്. എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് റേറ്റ് നോക്കി അങ്ങ് എടുത്ത് പോവുക, കൊണ്ടുപോയി ബർഗർ ഉണ്ടാക്കുക എന്നുള്ളൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. പിന്നെ അത് ഇവിടെ തന്നെ ചിക്കൻ്റെ നഗറ്റ്സും കാര്യങ്ങളും ഓഫറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിലും വലിയവരും കഴിക്കും, നിങ്ങൾ ഓഫേഴ്സ് നോക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും വെറൈറ്റി ടൈപ്പ് ഓഫ് അവൈലബിൾ ആണ്, സമൂസ സഹിതം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇത് ചിക്കൻ്റെ ലെഗ് പീസ് അവൈലബിൾ ആണ്, ചിക്കൻ്റെ ബ്രസ്റ്റ് അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ ഈ ഫ്രോസൺ ആയിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ, അതും ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലം കേക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നിറയെ അവൈലബിൾ ആണ്. പിന്നെ ഫ്രഷ് ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീമിന് തന്നെ കുറേ ഉണ്ട് കേട്ടോ. കുട്ടികളായിട്ട് വരികയാണെങ്കിൽ അവർക്ക് വാങ്ങാൻ പാകത്തിന് ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ പറ്റും. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ ഐസ്ക്രീമൊക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് എന്താ പറയുക, ട്യൂബ് ലൈറ്റ് കത്തിയ പോലെ ആയി. ഇതിൽ ഞാൻ കിടില ഒരു ഓഫർ പറഞ്ഞുതരാം. ഈ കാണുന്ന ട്രിപ്പിൾ ചോക്കോബാർ എന്ന് പറയുന്ന ലാസ്റ്റേൻ്റെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അത് വാങ്ങിക്കോട്ടോ. അതൊരു 3 ചോക്കോബാർ വരും. ഈ സാധനം ഇതൊരു 3 ചോക്കോബാർ വരും, 40 രൂപയുള്ളൂ. അതാണ് ഹൈലൈറ്റ്. ഒടുക്കത്തെ ടേസ്റ്റാണ്. 40 രൂപയ്ക്ക് 3 ലാസാൻ്റെ ചോക്കോബാർ കിട്ടും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങേണ്ട ആ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ വാങ്ങി, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വെജ് മോമോസൊക്കെ തന്നെ നമുക്കിത് കൊണ്ടുപോയി അങ്ങ് സ്റ്റീം ചെയ്താൽ മതി, ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഈ ഫ്രോസൺ വെജിറ്റബിൾസും ഗ്രീൻ പീസൊക്കെ അവൈലബിൾ ആണ്. ഇതും നമ്മുടെ ചെറിയ ചെറിയ ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെയും നിറയെ ഐസ്ക്രീംസും കാര്യങ്ങളും വെറൈറ്റീസും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഐസ്ക്രീം കണ്ടോ, ഇതിനൊക്കെ ഒരു 50 രൂപയോ അങ്ങാണ്ടേ ഉള്ളൂ. സ്കീയുടെ ഐസ്ക്രീം, സ്കീയോ അതിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, വെറൈറ്റി ഐസ്ക്രീംസൊക്കെയാണ്, അതുമൊക്കെ അവൈലബിൾ ആണ്. ലാസ്റ്റഡ് ഐസ്ക്രീംസിനൊക്കെ ഫാമിലി പാക്കിനും ഓഫേഴ്സ് അവൈലബിൾ ആണേ. പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ടോപ്പിക്കാനോ റീലിൻ്റെയൊക്കെ ഈ ഒരു ടെട്രാ പാക്കിങ്ങിലുള്ള ഒരു ജ്യൂസസ് ആണ്, അതിനൊക്കെ ഓഫേഴ്സ് ഉണ്ട്.
പിന്നെ ഈ ഒരു സംഭവം ഒക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, കമ്പൂച്ചയോ അങ്ങനെ എന്തോ സാധനമൊക്കെയാണ് ഞാൻ നെറ്റിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സെക്ഷനിലും ബ്രെഡും പിന്നെ ഈ ഒരു ബർഗറിൻ്റെ ആ ബണ്ണുണ്ടല്ലോ അതുമൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതുമൊക്കെ ഇവിടെ നിന്ന് എടുക്കാം. പിന്നെ ദേ ഈ സാധനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇത് ഗ്രേപ്പ് ജ്യൂസാണ്, ഗ്രേപ്പിൻ്റെ പൾപ്പുള്ള ജ്യൂസാണ് കേട്ടോ. ഇത് എൻ്റെ പൊന്നി ഭയങ്കര മൂവിങ് ആണ്, ഒടുക്കത്തെ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ലുലുവിൽ വന്ന ഈ ഒരു സാധനം അവൈലബിൾ ആണ്, വാങ്ങി നോക്കണം. ഇപ്പുറത്ത് ദേ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും സെക്ഷനാണ്. ഇവിടെ നിറയെ വെജിറ്റബിൾസ് ദേ ആദ്യം കണ്ടതുപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമ്മുടെ കരിക്കില്ലേ, അത് നല്ല വെട്ടി ചെത്തി വൃത്തിയാക്കി 45 രൂപയാണ് കേട്ടോ. നമുക്കിനി വീട്ടിൽ പോവുക, സ്ട്രോ ഇടുക, കുടിക്കുക, അത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ തേങ്ങ ചിരുവേതാണ് കേട്ടോ. അത് 46 രൂപയും കണ്ടാണ്. പക്ഷേ എനിക്ക് വെർത്തായിട്ട് തോന്നിയിട്ടാണ്. ചിരുവാനൊക്കെ പാടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഇത് ചീര, കറിവേപ്പില, മല്ലിയില അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുണ്ട്. ഇപ്പുറത്തോട്ടൊക്കെ വരികയാണെങ്കിൽ ഡേറ്റ്സ് തന്നെ തൂക്കി നമുക്ക് എടുക്കാം. പല വെറൈറ്റീസ് ഓഫ് ഡേറ്റ്സ് ഉണ്ട്. പിന്നെ മുന്തിരിങ്ങകൾ അവൈലബിൾ ആണ്. നിറയെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഈ നോർമൽ കടകളിൽ കിട്ടാത്ത രീതിയിലുള്ള കുറേ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. സ്ട്രോബെറി ഉണ്ട്, പിന്നെ എന്താ പറയുക, മറ്റേ ലഗൂണോ അങ്ങനെയൊക്കെ കുറേ ഇല്ലേ, അതൊക്കെയുണ്ട്. തേങ്ങയ്ക്കൊക്കെ 34 രൂപയാണ് കേട്ടോ ഒരെണ്ണം. എന്നാലും എല്ലാം നല്ല ക്ലീനാക്കി വെച്ചേക്കാണ്. പിന്നെ അതേ ഇവിടെ ക്യാപ്സിക്കവും മുളകൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കേട്ടോ. അതേ ഈ തൊണ്ടമുളക് എന്ന് പറയില്ലേ, മീൻകറിയിലൊക്കെ ട്രിവാൻഡ്രംകാർ ഇടുന്ന, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പച്ചക്കുരുമുളകുണ്ട്. പിന്നെ ദേ ഇത് നമ്മുടെ എന്താ കാന്താരി മുളക്, അതുണ്ട് കേട്ടോ. പിന്നെ ചക്ക, പഴുത്ത ചക്ക വേറെ അവൈലബിൾ ആണ്. അപ്പോൾ അതേ കപ്പയ്ക്കൊക്കെ നിങ്ങൾക്ക് പച്ചക്കപ്പയ്ക്ക വേണമെങ്കിൽ ദേ ഇവിടെ വന്നാൽ മതി, ലുലുവിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള എല്ലാ പച്ചക്കറികളും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഇവിടെ ഓഫറിൻ്റെ, അതായത് തുടങ്ങിയ ദിവസം വന്നപ്പോൾ ഉണ്ടമുളക് ഇല്ലേ, മണമുള്ള ഉണ്ടമുളക്, അത് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പിളി നാരങ്ങ ഇല്ലേ, അത് സഹിതം അവൈലബിൾ ആണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ പച്ചമഞ്ഞളില്ലേ, അത് വേറെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പച്ചമഞ്ഞൾ വേറെ നമുക്കിവിടെ കിട്ടും. പിന്നെ എന്താണ് വേണ്ടത്, പിന്നെ ബേബി പൊട്ടറ്റോസ് ഇല്ലേ, അതുണ്ട്. തീ കണ്ടില്ലേ, ഇതാണ് പച്ചമഞ്ഞൾ. ഇതിന് 149 രൂപയാണ്. നമ്മൾ കുറച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 20-30 രൂപയ്ക്കകത്തൊക്കെ നിൽക്കും കേട്ടോ. പിന്നെ തക്കാളി, ക്യാബേജ് തന്നെ, നമ്മുടെ നീല കളറുണ്ടല്ലോ, വയലറ്റ് ക്യാബേജ്, അത് തന്നെ, അത് അവൈലബിൾ ആണ് കേട്ടോ. അവക്കാഡോസൊക്കെ നിറയെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് എന്താ കുളിർമയെന്ന് അറിയോ, ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ. എല്ലാം നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ആയാലും എല്ലാം നല്ല ഫ്രഷാണ് കേട്ടോ. ഫ്രഷാണ്, നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഇരിക്കുന്ന ഓറഞ്ചിനും ആപ്പിൾസിനും ഒക്കെ ഓഫറിലാണ് അവർ ഇട്ടേക്കുന്നത്. അത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, 3 വട്ടം ഞാനിവിടെ വന്നിട്ടുണ്ട്, 3 വട്ടവും 3 ഓഫറുകളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓരോ ദിവസം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ അതേ ഫ്രൂട്ട്സ് ഓൾറെഡി നമ്മുടെ ഓറഞ്ച് തന്നെ ഒരു 2-3 ടൈപ്പ് ഓറഞ്ച് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3 ഫാഷൻ ഫ്രൂട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ നിറയെ കിട്ടി കേട്ടോ. വലുതായതുകൊണ്ട് നല്ല പുളിയുണ്ട്, പക്ഷേ നല്ല അടിപൊളിയാണ്. ഇതിൽ നിറയെ ആ ഒരു അകത്ത് കുടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുണ്ട്. പ്ലമ്മൊക്കെ അവൈലബിൾ ആണ്. ഫ്രൂട്ട്സിൻ്റെയൊക്കെ കാര്യത്തിലുണ്ടല്ലോ, ഏത് ടൈപ്പ് ആണെങ്കിലും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ എറണാകുളം ലുലു പോയിട്ടുണ്ട് കേട്ടോ. അപ്പം പക്ഷെ നമ്മുടെ കൊല്ലത്ത് വന്ന സമയത്ത് നമ്മുടെയും കൂടെ ഒരു ഇതാണല്ലോ, നമ്മൾ കൊല്ലംകാരെ വേണമല്ലോ ഇത് വിജയിപ്പിച്ചു കൊടുക്കാൻ. എങ്കിലല്ലേ നമ്മുടെ ഈ മറ്റേ യൂസുഫ് അലി സാറിന് ഇവിടെ നമ്മുടെ കൊല്ലത്ത് ഒരു ലുലു മാള് തന്നെ ഓപ്പൺ ആക്കാൻ തോന്നുകയുള്ളൂ. കാരണം ഇപ്പോൾ ഒരു ട്രയലായിട്ടാണല്ലോ നമുക്ക് ലുലു ഡീലും ലുലു കണക്റ്റും തന്നിരിക്കുന്നത്. അപ്പം നമ്മളത് നല്ല രീതിയിൽ വിജയിപ്പിച്ചു കൊടുക്കണം. പിന്നെ ഇത് നമ്മുടെ തേങ്ങ വറുത്തത്, ചമ്മന്തിപ്പൊടി, ഇഡ്ഡലിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. അതൊക്കെ അവൈലബിൾ ആണ്. ഇടിയിറച്ചി സഹിതം ഇവിടെ ഉണ്ട്. ഇടിയിറച്ചിയാണ് കേട്ടോ. ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്. അപ്പോൾ ഇറച്ചി കഴിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ലുലുവിലുണ്ട് കേട്ടോ. ഇത് കൂടുതലും വയനാട്, പത്തനംതിട്ട ആ ഒരു ഏരിയയിലൊക്കെയാണല്ലോ ഇടിയിറച്ചി ഉള്ളത്. പിന്നെ ഇവിടെ നിറയെ ഫിഷസ് അവൈലബിൾ ആണ്. ഞാൻ കോയമ്പത്തൂർ ആയിരുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ചില ഫിഷസ് ഇവിടെ കിട്ടാറില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ വീട്ടമ്മമാർക്ക് ജോലി എളുപ്പമാക്കാനായിട്ട് മീനിൽ അവർ മസാല വരട്ടി വെച്ചിട്ടുണ്ട്. നമ്മളിത് കൊണ്ടുപോയി പൊരിച്ചാൽ മതി കേട്ടോ. ഇതെടുക്കരുത്, ഇതൊക്കെ വലിയ മീനാണ്, കൊഞ്ചാണ് കേട്ടോ. ഇത് 264 എത്ര രൂപയാണ് 4-5 പീസിന്. എന്നാലും കുഴപ്പമില്ല, വലിയ കൊഞ്ചാണല്ലോ, ക്ലീൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. ക്യാഷ് ഉള്ളവർക്കൊക്കെ അതൊക്കെ വന്നെടുക്കാം കേട്ടോ.
പിന്നെ അതെ ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ പാവം മത്തിയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ചാളയൊക്കെ ഉണ്ട്, അതും ഇവർ പുരട്ടി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഈ രീതിയിൽ വിൽക്കാനും വെച്ചിട്ടുണ്ട്. നമുക്ക് കൊഞ്ചോ മീനുകളോ ഒക്കെ വെറൈറ്റി വേണമെങ്കിലൊക്കെ ഇവിടെ വന്ന് വാങ്ങാം കേട്ടോ. ഒന്നാമത് ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലുലുവിൻ്റെ ഫിഷ് ആണെങ്കിലും മീറ്റൊക്കെ ആണെങ്കിലും നല്ലതാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ആടിൻ്റെ ഒരു സെക്ഷനാണ് ഫുള്ള്, ഇത് കോഴീൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ ഓരോ പാർട്സായിട്ടും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ മുഴുവനായിട്ടുള്ള കോഴി പപ്പും പൂടയും പറിച്ചത് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ചിക്കൻ്റെ ലിവറൊക്കെ 100 രൂപയുള്ളൂ. നിങ്ങൾ പെറ്റ്സിനെയൊക്കെ വളർത്തുകയാണെങ്കിൽ ചിക്കൻ്റെ ലിവറിനും പിന്നെ ഈ ചിക്കൻ നെക്ക് ബോണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നോ. ഇത് ഭയങ്കര തുച്ഛമായ റേറ്റാണ്. ഒരു 100 രൂപ, ഒരു 200 രൂപയ്ക്കുള്ളിൽ ആവത്തുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് വാങ്ങിച്ചു കൊടുക്കാം. നമ്മളിപ്പം ഉള്ള എല്ലാം കൂടെ വാരിയിട്ട് കൊടുക്കാറില്ലല്ലോ പെറ്റ്സിന്. അങ്ങനെയാണെങ്കിൽ അത് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. പിന്നെ ബീഫിൻ്റെ തന്നെയും എല്ലാ പാർട്ടും അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ ബീഫിൻ്റെ ആയാലും ലാമ്പിൻ്റെ ആയാലും പാർട്സൊക്കെ ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എല്ലാ പാർട്സും ഉണ്ട്, എല്ലാം കണ്ടുപിടിക്കാം. പിന്നെ ലാമ്പും അവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നല്ല ആളും ഉണ്ട് കേട്ടോ വാങ്ങാനായിട്ട്. പിന്നെ അത് ഇവിടെ വെയിങ് മെഷീൻ ഉണ്ടല്ലോ, വെയിറ്റൊക്കെ നോക്കാനുള്ള, അത് അവൈലബിൾ ആണ്. പിന്നെ അടിപൊളി ഒരു ഓഫർ കണ്ടത്, നമ്മുടെ സ്റ്റീമറില്ലേ, ഫേഷ്യൽ സ്റ്റീമർ, അത് 249 രൂപയ്ക്ക് അവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ എടുത്ത് കാണിച്ച് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ എത്തിപ്പോയെന്നേ ഉള്ളൂ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇത് കണ്ടത്. കാരണം മറ്റുള്ള കാര്യങ്ങളിൽ നമ്മളൊരു വീട്ടമ്മ ആയതുകൊണ്ട് കൂടുതലും സോപ്പും കാര്യങ്ങളിലൊക്കെയാണല്ലോ കണ്ടിങ്ങനെ പോണേ. അപ്പോൾ അവിടെ ഒരു ക്രിസ്മസ് പപ്പ ഉണ്ടായിരുന്നു, അതിനിപ്പുറം നിന്നത് എൻ്റെ കെട്ടിയോനാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റീമറിനാണ് കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇത് 240 250 രൂപയുള്ളൂ. നല്ല സ്റ്റീമറാണ് കേട്ടോ. അതേപോലെ ഈ ഒരു ഹെയർ ഡ്രയർ ഉണ്ടല്ലോ, ഇതും എത്രയോ 600 700 എന്തോ ഓഫറിനുണ്ടായിരുന്നു. ഈ വൈനും ഓഫറിനാണ് കേട്ടോ ഇരിക്കണേ. അപ്പോൾ ആ സ്റ്റീമർ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വാങ്ങി നോക്കൂ. ഈ പറയുന്ന ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല, ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അതെന്തായാലും എടുക്കണം. അയ്യോ, അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു. താഴത്തെ നമ്മൾ ഫ്ലോർ കഴിഞ്ഞു. ഇനി നമ്മളിതേ മേളിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ലുലുവിൻ്റെ നമ്മൾ 0 ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഗ്രോസറി ഐറ്റംസും കാര്യങ്ങളും ഉള്ളത്. കയറി വരുമ്പോൾ തന്നെ ഉപ്പ്, പഞ്ചസാര മുതലായ സംഭവങ്ങൾ ഓഫറിൽ കാണാം. ഇത് അവരുടെ തന്നെ ഈ കൊറിയൻ മാഗി നൂഡിൽസില്ലേ, കൊക്കോയോ അങ്ങനെയൊക്കെ എന്തോ പറയുമല്ലോ, അതൊക്കെ ഓഫേഴ്സിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഞാനിത് വാങ്ങി കഴിച്ചിട്ടുണ്ട്, ഇത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ് അറിയണമെങ്കിൽ ദേ ഒന്ന് പോസ് ചെയ്താൽ മതി എൻ്റെ വീഡിയോ, ദേ ഈ റേറ്റ് കാണുന്നിടത്ത്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായിട്ട് റേറ്റ് നോക്കിയിരുന്ന് നിങ്ങൾക്ക് വില ഇരുത്തിയിട്ട് പോവാം കേട്ടോ ലുലുവിൽ. കാരണം എല്ലാം കൂടെ തപ്പി നടക്കലിച്ച് പ്രായമായവരെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പം നല്ല തിരക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയിട്ട് വെച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. ഇതൊക്കെ ഈ കാണിക്കുന്ന എല്ലാം മുകളിലത്തെ ഫ്ലോറിലാണേ. അപ്പോൾ ഇത് ഇവിടെയും ഞാൻ പറഞ്ഞില്ലേ, റീലിൻ്റെ ജ്യൂസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓഫറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന പാകത്തിനാട്ടോ അതൊക്കെ ഇരിക്കണേ. എടുക്കാവേ, പെട്ടെന്ന് എടുക്കാൻ പറ്റും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ. പിന്നെ കുറേ ജ്യൂസ്, ടാങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനൊരു കിടിലൻ സാധനം ഇവിടെ നിന്ന് കണ്ട്, നറുതീണ്ടി സർബത്ത് വേണ്ടവർ ഇവിടെ വന്ന് വാങ്ങിയാൽ മതി. ഇത് കാന്താരി നാരങ്ങ സംഭവമാണ് കേട്ടോ. ഇതിൽ ഷുഗർ ഇല്ലയെന്ന് തോന്നുന്നു, പക്ഷേ ഈ മോരിലൊക്കെ ഇട്ട് കുടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ വേണ്ടവർ അതൊന്ന് വന്ന് വാങ്ങി നോക്കൂ കേട്ടോ. ഞാനും അത് വാങ്ങിയിട്ടില്ല, നമുക്ക് വാങ്ങാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. കണ്ടപ്പോൾ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ വെള്ളം തന്നെ എത്ര ബ്രാൻഡാണെന്നറിയോ വെള്ളമൊക്കെ. പിന്നെ അത് ഇവിടെ നമ്മുടെ റെഡ് ബുൾ തന്നെ പല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു 3-4 ഫ്ലേവേഴ്സ് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. റേറ്റും കുറവാണേ, ഫ്ലേവേഴ്സിന് റേറ്റ് ഉണ്ട്. മറ്റേത് 118 രൂപ എങ്ങാണ്ടൊക്കെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കോക്ടെയിലും കാര്യങ്ങളൊക്കെയാണ്. ഇത് എനിക്കറിഞ്ഞുകൂടാ, ഞാനതൊന്നും കുടിച്ചിട്ടില്ല. അതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഈ കാണുന്നത് 799 രൂപയ്ക്കാണ് കേട്ടോ ഓഫറിലുള്ളത്. അതും നല്ലൊരു ഡീലാണ്. വേണ്ടവർക്ക് ഇവിടെ വന്ന് അത് വാങ്ങാവുന്നതാണ്. അത് മുകളിലാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഈ കോൺഫ്ലെക്സും ചോക്കോസും ഒക്കെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ്. അപ്പം കുട്ടികൾക്കൊക്കെ നിങ്ങളിത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ഡീലായിട്ട് പോകുന്നുണ്ട് കേട്ടോ, ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻസാണ് ഫുൾ. ഇതേ പറയാതിരിക്കാൻ വയ്യ, ഞാൻ പറഞ്ഞില്ലേ താഴെ ഉണ്ടെന്ന്, താഴത്തെ പോലെ തന്നെ മേളിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പം ഒരു ചോക്ലേറ്റെങ്കിലും എടുക്കില്ലെങ്കിൽ എങ്ങനെയാണ് ഒക്കുക? കാരണം നമുക്കേ ഇത് കണ്ടിട്ട് പറ്റുന്നില്ല, അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ.
പിന്നെ ഇവിടെ ദേ ഗ്യാസ് മുട്ടായി, നാരങ്ങ മുട്ടായി, ജീരക മുട്ടായി, അങ്ങനെയുള്ള നമ്മുടെ നോസ്റ്റു ആയിട്ടുള്ള മിഠായികളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും ഇതൊക്കെ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദേ ഇവിടെ വന്നാൽ മതി. ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ അമ്മൂമ്മമാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു കൊതി വരും. അമ്മൂമ്മമാർക്കല്ല കേട്ടോ, 90 കിഡ്സിനെല്ലാം കൊതി വരും. എനിക്കും കൊതി വരാറുണ്ട്. പിന്നെ ഓർബിറ്റ്, ടിക് ടാക്ക്, അങ്ങനെയുള്ള നമ്മുടെ മൗത്ത് ഫ്രഷ്നേഴ്സും അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്തോരം ചോക്ലേറ്റ്സ് ആണല്ലേ ഇറങ്ങുന്നത്. ഇവിടെ വന്ന് നോക്കിയാലാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു കാൽ ഭാഗം ചോക്ലേറ്റ്സ് മാത്രമേ ഞാൻ കഴിച്ചു കാണുള്ളൂ, വെറൈറ്റി ആണെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ ഈ അമുലിൻ്റെ ട്രെറ്റ പാക്കിങ്ങിലുള്ള പാലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഡയറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, സ്ലിം മിൽക്കാണ് കേട്ടോ, അതും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതേ ഞാൻ പറഞ്ഞില്ലേ, മേളിൽ വരുമ്പം പാലിലിടുന്ന പല ടൈപ്പ് സംഭവങ്ങളുടെ വെറൈറ്റി ഇവിടെ അവൈലബിൾ ആണെന്ന്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇതേ ഇവിടെ നിന്ന് വന്ന് വാങ്ങിച്ചു. മിലോ ഒക്കെ ഞാൻ കുറേ തപ്പി നടന്നതാണ് കൊല്ലത്ത് കേട്ടോ. കൊല്ലത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ആ ഒരു ഏരിയയിലൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ മിലോ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആരെങ്കിലും മിലോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ചുമ്മാ നമ്മുടെ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടേ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്തിട്ട് ഈ മിലോയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുടിക്കണം കേട്ടോ. പാലിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി കൂടുതലിടണം, എന്നാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണിത്. പിന്നെ പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല, കാരണം മിൽക്ക് മെയ്ഡിൽ തന്നെ നല്ല മധുരമുള്ളതുകൊണ്ടേ ഈ മിലോയിലും ചെറിയ മധുരം ഉണ്ട് കേട്ടോ. പിന്നെ തേയിലയൊക്കെ ഒത്തിരി ഓഫേഴ്സിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓഫർ ആണെങ്കിൽ ഓഫറുള്ളത് അവർ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് പസ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ, പോസ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പം കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഫുള്ള് സ്നാക്സ് ആണ് കേട്ടോ. ബേക്കറി ഐറ്റംസ് ആയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ മിഠായിയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, എടുത്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാസ്ക്കറ്റിൽ ഇടാനായിട്ട്. പിന്നെ സഫോളോ ഓട്സിനൊക്കെ ഓഫറുണ്ട് കേട്ടോ. എന്താ അത് മസാലയാണെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ, അതിനൊക്കെ ഓഫറുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് ബിസ്ക്കറ്റുകളാണ്. കുറേ ബിസ്ക്കറ്റുകളും കാര്യങ്ങളും അവൈലബിൾ ആണ്. ലേസ്, കുർക്കുറെ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പ്രിങ്കിൾസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനുമൊക്കെ ചെറിയ എന്തോ ഓഫറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പോപ്കോണുകൾ നിറയെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കപ്പ് നൂഡിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. കെലോഗ്സിൻ്റെ കോൺഫ്ലെക്സ് കാര്യങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞത്. താഴെ നിങ്ങൾ കാണുന്ന നോക്കിയ ഓപ്ഷനിൽ പെട്ടെന്ന് തിരഞ്ഞെടുത്തിട്ട് വരരുതെന്ന് ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ചോക്കോസ് ആയാലും കോൺഫ്ലെക്സ് ആയാലും മ്യൂസ്ലി ആയാലും നിറയെ വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഓട്സിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ താഴെ ഓട്സ്, ഈ മ്യൂസിലൊക്കെ ഇവർ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് പോയി എടുക്കാതെ നിങ്ങൾ മേളിലും കൂടെ വന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ഈ ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേളിലും കൂടെ വന്ന് നോക്കിയിട്ട് എടുക്കുക. കാരണം ലിഫ്റ്റ് ആയാലും പിന്നെ നമുക്ക് മറ്റേ എസ്കലേറ്ററും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ മേളിൽ വരിക എന്ന് പറയുന്നത് അത്ര പാടൊന്നുമില്ല. നമുക്ക് പടി വേണമെങ്കിൽ പടിയും കയറാം കേട്ടോ. പിന്നെ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റിൽ കയറി വരാമല്ലോ. അപ്പോൾ എല്ലാവരും മേളിലും കൂടെ ഒന്ന് വന്ന് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ പാസ്തയൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ മാഗീൻ്റെ വൈറ്റ് സോസ് പാസ്ത റെഡിമെയ്ഡ് അവിടെ കണ്ടായിരുന്നല്ലോ നിങ്ങളിപ്പോൾ, ഇങ്ങനെ പോയപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അത് വാങ്ങി നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഗീക്കൊക്കെ ഓഫറുണ്ട്, ഓയിൽസിന് ഓഫറുണ്ട്, കോക്കനട്ട് ഓയിലിനൊക്കെ ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വീട്ടമ്മമാരാണ് കാണുന്നതെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കിയിട്ട് ഈ ഓഫറൊക്കെ അറിഞ്ഞ് വെച്ചിട്ട് വേഗം ചെല്ലുകയാണെങ്കിൽ വേഗം അത്ര എങ്ങനെ മാറുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാമല്ലോ. പിന്നെ ഇതൊക്കെ ജാഗറി പൗഡർ കേട്ടോ. അവിടെ ഇപ്പോൾ കണ്ടല്ലേ ആ ജാഗറി പൗഡറൊക്കെ. ഷുഗർ, നിങ്ങൾ ഡയറ്റൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്നു, ചായയിൽ ഷുഗറില്ലാത്ത പറ്റാത്തവരുണ്ടെങ്കിൽ ആ ജാഗറി പൗഡർ വാങ്ങിയിട്ട് 1 സ്പൂൺ ഇട്ടാൽ മതി. നമ്മുടെ ശർക്കരയുടെ ടേസ്റ്റ് അല്ല, എന്നാൽ പഞ്ചസാരയുടെ ടേസ്റ്റും അല്ല കേട്ടോ. എന്നാലും നല്ലതാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ചായ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കി വെക്കില്ലേ, ഇറക്കിയിട്ട് അരിച്ചിട്ട് വേണം ഈ ജാഗറി പൗഡർ ചേർക്കാൻ. കാരണം ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് പിരിഞ്ഞു പോകും കേട്ടോ. പഞ്ചസാര കണക്ക് ചേർക്കരുത്. ഈ ജാഗറി പൗഡർ എന്ന് പറഞ്ഞാൽ ശർക്കരപ്പൊടി അല്ലേ, ഇനി അത് കൂടുതൽ പറയണ്ട എന്നല്ല കേട്ടോ. ശർക്കരയുടെ ടേസ്റ്റ് അല്ല, ശർക്കര പൊടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അല്ലേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ബിരിയാണി റൈസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. മറ്റേ ദാവതോ ലുലുവിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ മറ്റേ ഇങ്ങനെ നീളമുള്ള ബസ്മതി റൈസ് വാങ്ങാറില്ല, ജീരകശാല അരിയാണ് വാങ്ങണത്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ആ നീളമുള്ള അരിനെ പറ്റി ക്ലിയർ ആയിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നിറയെ ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ട്. ഗ്രീൻ ടീ, ഇപ്പം ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ ഒരുപാട് ഫ്ലേവേഴ്സിലും കാര്യങ്ങളിലും അവൈലബിൾ ആണ്. വൈറ്റ് ടീയുടെ ഒക്കെ പൗഡറൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ.
പിന്നെ ആട്ടയൊക്കെ നിറയെ ഓഫേഴ്സ് ഉണ്ട്. വീക്കെൻഡ് ആട്ടയൊക്കെ 199 റുപ്പീസിനൊക്കെ ഉണ്ട് കേട്ടോ. ആശീർവാദ് 309 അവൈലബിൾ ആണ്. ഇത് എത്രയാണ്, 5 കിലോ ആണോ? 5 കിലോ ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡബിൾ ഹോസിൻ്റെ പാലപ്പപ്പൊടിയൊക്കെ വലിയ പാക്കറ്റൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ നിറയെ തേയിലകൾ ഓഫേഴ്സിലുണ്ട്. മേളിൽ വന്നാലും ഉണ്ട്, താഴെ അധികം ഇല്ല. മുകളിൽ വന്നാൽ ഇങ്ങനെ ഗ്രോസറി സെക്ഷനിൽ നിറയെ ഓഫേഴ്സ് നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ ഇത് സഫോളോ ഓട്സ് ആണ് കേട്ടോ. അത് ഇവിടെ ഓഫറിലുണ്ട്. സ്റ്റീൽ കട്ട് ഓട്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ അരിപ്പൊടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിന് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ സ്പ്രെഡില്ലേ, നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് തന്നെ പീനട്ട് ബട്ടറൊക്കെ കുറേ ഓഫേഴ്സ് അവൈലബിൾ ആണ്. ജാമുകളൊക്കെ തന്നെ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഒരു സാധനം തന്നെ തിരഞ്ഞെടുക്കാൻ. മിക്ക ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സ്പ്രെഡയോ അതൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. ആ ഒരു ന്യൂട്ടലയ്ക്കൊക്കെ നല്ല ഓഫറുണ്ട്. അപ്പോൾ നിങ്ങൾ ന്യൂട്ടലയൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് ഓടി വന്നാൽ ഇവിടെ നല്ല ഓഫറുണ്ട് കേട്ടോ. മുകളിൽ വന്നാൽ മതി, ഓഫറിൽ കിട്ടും. പിന്നെ ഇതൊക്കെ ഡയറ്റ് സ്നാക്സ് ആണ് കേട്ടോ. മറ്റേ പ്രോട്ടീൻ ബാർസ് ഇല്ലേ, അതാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ദാവത്തിൻ്റെ കുറേ ബിരിയാണി ഓപ്ഷൻസ്, എന്താ അതിന് പറയുക, ബസ്മതി റൈസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അപ്പം, ഇടിയപ്പം പൊടി, എലൈറ്റ് മേജർ, അങ്ങനെയുള്ള പലതും അവൈലബിൾ ആണ്. ഇതിൽ ഞാൻ ചെറിയൊരു ടിപ്പ് പറയാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പൊൻകതിറിൻ്റെ ഈ ഒരു പൊട്ടുപൊടികൾ, അതിപ്പോൾ ഏതായിക്കോട്ടെ, ഈ കാണുന്ന പൊൻകതിരില്ലേ, അതിൻ്റെ വാങ്ങിയിട്ടില്ലെങ്കിൽ അതിൻ്റെ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ കിടിലാണ്. ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ട് ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഈ നമ്മുടെ അരിപ്പുട്ടുപൊടിയാണെങ്കിൽ പറയണ്ട, 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പുട്ടുപൊടിയിട്ട് കുഴയ്ക്കുക, നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. ബ്രാൻഡ് പ്രൊമോഷനൊന്നും അല്ലേ, ഞാൻ പറഞ്ഞതാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു നല്ലതായിട്ട് തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അതെ, ഇവിടെ ഗ്ലൂട്ടൻ ഫ്രീ ആട്ട അവൈലബിൾ ആണ് കേട്ടോ. അത് പിന്നെ എന്താ വേണ്ട, ഇതൊക്കെ നമുക്ക് വേറെ എവിടെ കിട്ടും. പിന്നെ ബീട്രൂട്ട് ആട്ട അവൈലബിൾ ആണ്. അതെന്താ സാധനമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ബീട്രൂട്ട് ആട്ട എന്നാണ് കേട്ടോ. അപ്പോൾ അതും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അവിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അവിൽ തന്നെ നമ്മുടെ മട്ട അരിൻ്റെ അവിൽ, വൈറ്റ് റൈസിൻ്റെ അവിൽ, വെള്ള അവിൽ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പട്ടിക്കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് ചെറിയൊരു ഓപ്ഷൻസേ അവിടെ ഉള്ളൂ. എന്നാലും അധികം വേണ്ടതൊക്കെ അവിടെ എടുക്കാൻ പറ്റുക. കോമൺ ആയിട്ടുള്ള ഡ്രൂൾസ്, പെഡിഗ്രി, അങ്ങനെയുള്ള സംഭവങ്ങൾ, പ്യുവർ പെറ്റ്, അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് ബേക്കിങ്ങിനായിട്ടുള്ള വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ബട്ടർ പേപ്പർ ആയാലും പിന്നെ മറ്റേ ഫോയിൽ ഷീറ്റ് ആയാലും അതൊക്കെ അവൈലബിൾ ആണ്. ഈ മേളിലോട്ട് വരുമ്പോഴാണ് ബാക്കി നമ്മുടെ ഈ ഡിറ്റർജൻറ്റ് ലിക്വിഡില്ലേ, അതും സോപ്പ് പൗഡേഴ്സിൻ്റെയൊക്കെ നിറയെ ഓഫേഴ്സൊക്കെ മേളിലാണ്. നിറയെ ബ്രാൻഡും മേളിലാണ് കേട്ടോ ഉള്ളത്. കംഫേർട്ട് തന്നെ എത്ര ഫ്രാഗ്രൻസ് ആണെന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ അതും ഒക്കെ ഈ മേളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾറെഡി വലിയ ഫാമിലി പാക്കറ്റ് പോലത്തെ വലുതെടുക്കുമ്പോൾ എന്തായാലും ഒരു ഓഫർ കാണും. പിന്നെ ലുലുവിൻ്റെയും ഒരു ഓഫർ ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ ഇതൊക്കെ പാത്രം കഴുകുന്ന പാത്രങ്ങൾ, പിന്നെ നമ്മുടെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങൾ, ഡിറ്റർജൻറ്റുകൾ, ലിക്വിഡുകൾ, അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെയാണ്. ഇതിൽ കുറേയൊക്കെ ബൈ 1 get 1 ഫ്രീയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഹിറ്റിൻ്റെ തന്നെ കുറേ ഉണ്ട് കേട്ടോ. ബ്ലാക്കും റെഡും ഒക്കെ ഉണ്ട്. പിന്നെ റൂം ഫ്രഷ്നേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ വിളക്ക് തേക്കാൻ, ആ മേളിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ സംഭവം വാങ്ങിച്ചു നോക്കൂ കേട്ടോ. യൂസ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ വിളക്ക് തേക്കുമ്പോൾ നല്ല രസത്തിൽ വരും കേട്ടോ വിളക്ക്. ഈ കരിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ് കേട്ടോ. അതൊക്കെ ചെറിയൊരു സെക്ഷനേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ടല്ലോ, അതിൻ്റെ വലിയൊരു സെക്ഷൻ തന്നെ അവൈലബിൾ ആണ്. നിറയെ റേറ്റ് കുറവാണ് കേട്ടോ. ഓഫേഴ്സാണെന്ന് തോന്നുന്നു, റേറ്റ് നല്ല കുറവാണ് കേട്ടോ. പിന്നെ ഈ സ്പൂണുകളാണെങ്കിൽ തന്നെ അതേ കണ്ടില്ലേ, വെറൈറ്റി സ്പൂണുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നോക്കിയെടുക്കാം. സ്പൂണുകൾ മാത്രമല്ല, ഈ അല്ലാതെ ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നത്, പീലർ, അങ്ങനെയുള്ള നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ചെറിയ അലുകുലുത്ത് സാധനങ്ങളില്ലേ, അതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഈ ഒരു കുപ്പി ഉണ്ടോ, ഇത് 79 79 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ചെറുതായത് ഇത് 49 ആണ് കേട്ടോ. ഇതിൻ്റെ വലുത് 79 ആണ്. നല്ലൊരു ഡീലായിട്ട് തോന്നി. ഇതൊരു 89 ആണ് കേട്ടോ. നമുക്ക് ഓയിലൊക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ലതാണ്. പിന്നെ വെള്ളം കുടിക്കാനാണെങ്കിലും ജിമ്മിലൊക്കെ പോകുന്നവർക്കൊക്കെ വേണമെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിലും ചെറിയ രീതിയിൽ അവർ കുറേ ഒരുക്കി വെച്ചിട്ടുണ്ട്. പേനകളും കാര്യങ്ങളും ബുക്കുകളൊക്കെ ആണെങ്കിൽ തന്നെ ഇതൊക്കെ ഈ
എന്താ പറയുക ബാഗുകൾ, കളർ പെൻസിൽ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിലൊക്കെ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ കൈറ്റ് വേണ്ടല്ലോ ചവിട്ടി, അതിനും നിറയെ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു പാത്രമൊക്കെ 175 റുപ്പീസിനൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ മറ്റേ പഞ്ചസാര തേയിലയൊക്കെ ഇട്ടിട്ട് വെക്കാനൊക്കെ. പിന്നെ ഇവിടെ ഓയിലൊക്കെ ഒഴിച്ചു വെക്കാൻ നിറയെ ബോട്ടിൽസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിലൊക്കെ ഒഴിക്കാനായിട്ട് പാത്രങ്ങൾ തപ്പി നടക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ 99 റുപ്പീസിന് 2 കണ്ടില്ലേ, അങ്ങനെയൊക്കെയുണ്ട്. പിന്നെ കണ്ടെയ്നേഴ്സ് അവൈലബിൾ ആണ്. ഇത് 199 റുപ്പീസിൻ്റെ ഒരു PG ഒരു ബോട്ടിലാണ് കേട്ടോ. അതും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ 370 റുപ്പീസ് അങ്ങനെ ഒരു പ്രൈസ് റേഞ്ചിൽ വരും. ഇത് ഫ്ലാസ്കുകളാണ് കേട്ടോ. അപ്പം വെറൈറ്റി ടൈപ്പ് വാക്യൂം ഫ്ലാസ്ക് ഒക്കെ അവൈലബിൾ ആണ്. ഇത് ചോപ്പറാണ്. ചോപ്പർ ഇവിടെ അവൈലബിൾ ആണ്, റേറ്റും കുറവാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോപ്പറൊക്കെ തപ്പുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കൊതുവിനെ അടിക്കുന്ന ബാറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ ലൈറ്റ് അതൊക്കെയുണ്ട്. ജോവീസിൻ്റെ കുറേ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സെർലാക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ആരോ റൂട്ട് പൗഡർ, വിക്സ്, അങ്ങനെയുള്ളത് തന്നെ ഒരു വലിയ സെക്ഷനുണ്ട് കേട്ടോ. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട് എന്ന് പറയാം. പിന്നെ ജെൻസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് പെർഫ്യൂമുകളാണ് കേട്ടോ. നിറയെ പെർഫ്യൂംസൊക്കെ ഓഫർ റേറ്റിലാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഓഫറാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഉള്ളതാണ് ഞാൻ കാണിക്കുന്നത്. മാക്സിമം എത്രയും വേഗം നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കാനാണ് ഞാൻ നോക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണ്ടവർ വേഗം ചെന്ന് കഴിഞ്ഞാൽ ഇതേ ഓഫർ തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തതേ ഉള്ളൂ കേട്ടോ. അല്ലല്ല വലിയ ഒരു റേറ്റ് വേരിയേഷനൊന്നും എന്തായാലും കാണില്ല. സെറ്റാഫിലിൻ്റെ മിക്ക ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ താഴത്തെ സോപ്പ് പോരാനിട്ട് മേളിലും കുറേ സോപ്പുകൾ ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് മറ്റ് താഴെയാണെങ്കിൽ ഒരു 4 എണ്ണത്തിൻ്റെ സെറ്റ് അങ്ങനെയാണല്ലോ. ഇവിടെ മേളിൽ ഓരോന്ന് വെച്ചിട്ടൊക്കെ എടുപ്പുണ്ട്. ഷാമ്പൂസൊക്കെ തന്നെ എല്ലാ ഷാമ്പൂസും ഉണ്ട്. ഇതിൽ ലോറിയലിൻ്റെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഷാമ്പൂവും കണ്ടീഷണറും നല്ലതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പറയുകയാണ് കേട്ടോ, അത് നല്ലതാണ്. പിന്നെ ഷവർ ജെൽസ് തന്നെ കുറേ ഉണ്ട് കേട്ടോ. കുറേ അതിൻ്റെ ചെറിയതും വലുതും ആയിട്ടുള്ള ബോട്ടിൽസും ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷവർ ജെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിറയെ നിങ്ങൾ തപ്പി നടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടെ നിറയെ ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ട്രോളി ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ്. ടോയ്സിനൊക്കെ ചിലതൊക്കെ 50% ഓഫിലാണ് ഇപ്പം അവിടെ ഉള്ളത്. അപ്പം നിറയെ കാറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോയ്സൊക്കെ വേണമെങ്കിൽ വേഗം വന്ന് ഇവിടുന്ന് വാങ്ങിച്ചോ. ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് നോക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ബാർബീൻ്റെ തന്നെ ഡോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നിറയെ ഐറ്റംസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഈ 2 കാറ് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇതും ഓഫർ പ്രൈസ് ആണ് കേട്ടോ. ഇത് 1099 ആണ് ഈ കാണുന്ന കാറ്. മറ്റേതാണെങ്കിൽ 11,250 ആണ് കേട്ടോ റേഞ്ച്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലൊരു ഡീലാണ്. അപ്പോൾ വേണ്ടവർ വന്ന് വേഗം വാങ്ങിച്ചു. ഇത് മറ്റേ ഡാൻസിങ് മറ്റേ എന്തോ ഒരു ക്യാച്ചസ് ആ സംഭവം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് വൈറലായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ബാഗുകളും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് ഞാൻ കണ്ടുള്ളൂ കേട്ടോ. ഒരു ജസ്റ്റ് ഒരു ചെറിയ കുറച്ചൊന്ന് വെക്കണമല്ലോ എന്ന് കരുതി വെച്ച പോലെ എനിക്ക് തോന്നി. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുപ്പികളും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കൂടുതലുള്ളത്. പിന്നെ മേക്കപ്പ്, ഇപ്പം കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണെങ്കിൽ തന്നെ കോസ്മെറ്റിക്സ് ആയിട്ട് അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സ്കിൻ കെയർ റേഞ്ചുണ്ട്. എന്നാലും വലിയ രീതിയിലൊരു റേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കോമൺ ആയിട്ട് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഫാൻസി ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. ലുലുവിൻ്റെ ഫാഷൻ കൂടി ഇവിടെ വരണമായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഉള്ളത് മാത്രമൊക്കെ വലുതായിട്ട് ഇവിടെ ഇല്ല. എന്നാലും വേണ്ടുന്ന കോമൺ ആയിട്ടുള്ള എല്ലാം തന്നെ അങ്ങനത്തെ ഉള്ള സാധനങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷീറ്റൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കുറേ പേര് വന്ന് എടുത്തിട്ട് പോകുന്നത് ഞാൻ കണ്ടു. കുക്കറൊക്കെ തന്നെ പല റേഞ്ചിലുള്ളതും പല ഈ ലിറ്റേഴ്സ് ഉണ്ടല്ലോ അതുമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കുക്കറിൻ്റെയൊക്കെ തന്നെ ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്ന് നോക്കി എടുക്കാം. കാരണം നമുക്ക് ആ ഡിസൈൻ കണ്ട് തന്നെ എടുക്കാം കേട്ടോ. കാരണം എല്ലാം ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു 5 ലിറ്റർ കുക്കർ, 3 ലിറ്റർ കുക്കർ അങ്ങനെയല്ല, ഇവിടെ ഡിസൈൻ സഹിതം കണ്ടെടുക്കാം കേട്ടോ. ഈ ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ. ഇത് 2000 എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു റേറ്റ്. ഇപ്പം ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും. നോൺ സ്റ്റിക്കിൻ്റെ അല്ലേ. പിന്നെ ദോശക്കല്ല് തന്നെ ഒരു 3-4 ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നോൺ സ്റ്റിക്കിന് തന്നെ കുറേ കടായികളിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ
നിങ്ങൾ ഉണ്ണിയപ്പച്ചട്ടി നോൺ സ്റ്റിക്കിലോ അല്ലെങ്കിൽ അയണിലോ നോക്കി നടക്കുകയാണെങ്കിൽ അതിവിടെ ഉണ്ട് കേട്ടോ. കാസ്റ്റ് ആയുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ കണ്ടതാണേ. അപ്പോൾ ഈ കാണിച്ചു പോകുന്ന കൂട്ടത്തിൽ അതുണ്ട്. അപ്പോൾ നിങ്ങൾ അതും വേണമെങ്കിൽ എടുക്കുക. പിന്നെ സ്റ്റീലിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. സ്റ്റീൽ പാത്രങ്ങളും കാര്യങ്ങൾ, മറ്റേ ചരുവം, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ, കടായി കാര്യങ്ങളൊക്കെ. പിന്നെ കാസ്ട്രോൾ തന്നെ ആണെങ്കിലും പല വെറൈറ്റി കാസ്ട്രോളുകൾ നമുക്കിവിടെ കാണാം കേട്ടോ. സ്റ്റീലിൻ്റെ ഉൾപ്പെടെ അവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഫ്ലാസ്കും കാര്യങ്ങളും എടുക്കാതിരിക്കുകയാണെങ്കിൽ അത് വരെ. ഇത് കണ്ടോ, ഇത് നല്ലതാണ് കേട്ടോ. എൻ്റെ വീട്ടിലുള്ള സോഡ മേക്കറാണ്. അത് പച്ചയാണെങ്കിൽ നിങ്ങൾ സോഡ ഒക്കെ ഇടയ്ക്ക് കുടിക്കുമെങ്കിൽ അതൊരെണ്ണം വാങ്ങിച്ചോ, നല്ല ഓഫറിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതേ നിറയെ ഈ പൊട്ടുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, കുപ്പി പാത്രങ്ങളൊക്കെ. നമുക്ക് ഈ അച്ചാർ, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല സ്റ്റൈലിൽ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ. അതും ഓഫേഴ്സിലുണ്ട് കേട്ടോ. പിന്നെ നിറയെ കുപ്പികൾ കാര്യങ്ങളൊക്കെ, ഈ കാണുന്ന കുപ്പികളുടെയൊക്കെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ടൈപ്പൊന്നും അല്ല കേട്ടോ, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കൊക്കെയാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ ഡിന്നർ സെറ്റ് കുറേ ഉണ്ട് കേട്ടോ. അത് നമുക്ക് വന്ന് നോക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറേ ഓപ്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാം കുറേ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഓൾറെഡി ഗ്രോസറി ഐറ്റംസും പിന്നെ ഈ ഇങ്ങനത്തുള്ള പാത്രങ്ങളുടെ ഒക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് മൊത്തത്തിൽ പോകുന്നത്. അപ്പം നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഓടിച്ച് കാണിക്കുകയാണ്, കാരണം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റില്ല എന്തിനൊക്കെയാണ് ഓഫർ ഉള്ളത്, എന്തിനൊക്കെയാണ് ഓഫർ ഇല്ലാത്തത്. അപ്പോൾ പോകുമ്പോൾ ഇന്ന സാധനങ്ങൾ എനിക്ക് വീട്ടിലേക്ക് വേണം എന്ന് കരുതി ഒരു ഐഡിയ വെച്ചിട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പം എല്ലാം കൂടി കണ്ടിട്ട് കിളി മാറി നിൽക്കണ്ട. എനിക്ക് തന്നെ ഞാൻ അവിടെ പോയി ഈ വീഡിയോ എടുത്തിട്ട് പോലും എനിക്ക് ഈ വീഡിയോ കണ്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്താണ് ഇന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലേ എന്നെനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളിത് കണ്ടു വച്ചിട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഐഡിയ ആവും. പിന്നെ മാത്രമല്ല, ഇപ്പോൾ കാല് വയ്യാതൊക്കെ ഇരിക്കുന്നവരാണ് അവിടെ പോയാൽ മൊത്തത്തിൽ ചുറ്റി കാണില്ല. ഇപ്പം ഈ സ്റ്റെപ്പ് ആണ് അല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കാല് വയ്യാത്തവർക്ക് അവിടെ പോയി നിന്നിട്ട് നോക്കാൻ പാടായിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണേ. പിന്നെ ടാമ്പോൺസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ, മെൻസ്ട്രൽ കപ്പ് ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് വന്ന് നമ്മുടെ സ്വയം നോക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ പാമ്പേഴ്സൊക്കെ ഒരുപാട് കമ്പനികളുടെ ഇവിടെ ഉണ്ട്. പാഡുകളാണെങ്കിൽ തന്നെ ഈ കുറേ സാനിറ്ററി പാഡ്സിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വന്ന് തന്നെ അത് നോക്കിയെടുക്കാം. പാമ്പേഴ്സൊക്കെ കണ്ടില്ലേ, അമ്മമാരൊക്കെ ഇങ്ങോട്ട് പോകുന്നാട്ടെ നിറയെ പാമ്പേഴ്സും കാര്യങ്ങളും നിറയെ ഓഫേഴ്സും ഒക്കെ ആയിട്ട് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഹെയർ കളേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പുറത്ത് വരുമ്പം ഈ ഒരു സെക്ഷനിൽ തന്നെ നിറയെ പേസ്റ്റുകൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പേസ്റ്റുകൾ കണ്ടിട്ടില്ല കേട്ടോ. ഇത്രയും പേസ്റ്റുകൾ നമുക്ക് പല്ല് കേൾക്കാനുണ്ടെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. മൗത്ത് ഫ്രഷ്നേഴ്സ് ഉണ്ട്. പിന്നെ ബ്രഷുകൾ എന്തൊക്കെ ടൈപ്പാണെന്നറിയോ ബ്രഷ്, നമ്മുടെ ഇലക്ട്രിക്കൽ ബ്രഷൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, വാങ്ങാൻ കിട്ടുമേ. ഇതെല്ലാം ഒരു ഹാൻഡ് വാഷിൻ്റെ സെക്ഷനാണ്. ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ടുള്ള രീതിയിലൊക്കെ ഇരിക്കുന്നതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഹെയർ ഓയിൽ തന്നെ കുറേ ഉണ്ട്. ഇതേപോലെ ഹെയർ ക്രീമുകളൊക്കെ ഇല്ലേ, അതും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് മറ്റേ വാത്തിക്കയോ അതിൻ്റെയൊക്കെ ഹെയർ ക്രീമില്ലേ, സെറ്റ് വെറ്റിൻ്റെ ജെല്ല്, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ കുറേ നമുക്ക് ഈ ഡെക്കറേഷൻ ഐറ്റംസ് ആണ് കേട്ടോ. ഈ ബുദ്ധൻ്റെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ വീട്ടിലേക്ക് ഫ്രണ്ടിൽ ബുദ്ധൻ്റെയൊക്കെ ഒരെണ്ണം കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും വരുന്നവർക്കൊക്കെ കാണാനായിട്ട് കേട്ടോ. ഈ ഒരു ചട്ടിയിൽ പൂവൊക്കെ ഇട്ടിട്ട് ബുദ്ധൻ്റെ ഫോട്ടോയൊക്കെ അതിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ബുദ്ധൻ്റെ പ്രതിമ കേട്ടോ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ക്ലോക്കൊക്കെ നല്ല രസമുണ്ട്. ഈ ഒരു സ്റ്റൂൾ ഒരെണ്ണം 199 50% ഓഫിലാണ് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള നല്ല സ്റ്റൂളാണ് കേട്ടോ. പിന്നെ കുറച്ച് പാവക്കുട്ടികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റൂളൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ഇവിടെ ഉണ്ട്. ബെഡ്ഷീറ്റും ഇവിടെ ഓഫറിന് ദേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നിറയെ ആൾ വന്ന് വാങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ആൾ മാറിയിട്ട് എടുക്കാൻ ഞാൻ പെട്ട പാട് എന്താണെന്നറിയോ, കുറേ പേര് വന്നിട്ട് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വരികയാണെങ്കിൽ ഈ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഈ ചവിട്ടിയൊക്കെ 199 റുപ്പീസിന് നല്ല കട്ടിയുള്ള സാധനമാണ് കേട്ടോ. അത് കൂടാനിട്ട് ഇപ്പുറത്തോട്ട് മാറിയിട്ട് നിറയെ ബെഡ്ഷീറ്റുകളും അവൈലബിൾ ആയിട്ട് ഇതേ കണ്ടില്ലേ, നിറയെ ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. തലങ്ങണി ഉറകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേ ഈ ഒരു കാണുന്ന നമ്മുടെ പില്ലോയൊക്കെ ഓഫറിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഒക്കെ അവൈലബിൾ ആണ്. ദേ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നിറയെ ചവിട്ടികളാണ് കേട്ടോ. അതും ഒക്കെ ഓഫറിലുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് ദേ ഇവിടെയാണ് കേട്ടോ വന്ന് ബില്ല് ചെയ്യേണ്ടത്. താഴെയും ബില്ല് ചെയ്യാം, നമുക്ക് മുകളിലും വന്ന് ബില്ല് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ ലുലു ഡെയിലി അവിടെ അവസാനിച്ചു. ഇനി എങ്ങോട്ട് ലുലു കണക്റ്റാണ് കേട്ടോ. ഈ സെയിം
ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ ലുലു ഡെയിലിൻ്റെ ഓപ്പോസിറ്റാണ് ലുലു കണക്റ്റ് വരുന്നത്. അപ്പോൾ ഈ കണക്റ്റിൽ നിങ്ങൾക്ക് ഈ ചേട്ടന്മാർക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ആദ്യം കയറി വരുമ്പോൾ തന്നെ നിറയെ ഫോണും കാര്യങ്ങളും ഹെഡ്സെറ്റും അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ആധികാരികമായി പറയാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. ഇതിൽ ഓഫർ ഉള്ളതൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട ഉടനെ ഈ നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും അമ്മച്ചിമാരാണെങ്കിലും ആരും വിഷമിക്കേണ്ട. കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്കുള്ള സാധനങ്ങൾ വരും കേട്ടോ. അതായത് മിക്സി, എയർ ഫ്രയർ, ഫ്രിഡ്ജ്, ഇത് പിന്നെ സ്റ്റൗവ്, ഇതൊക്കെ ഓഫറിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഇതൊക്കെ സ്പീഡിലാണ് ഓടിച്ചു പോയിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് റേറ്റ് അറിയാനാണെങ്കിൽ ഒന്ന് പോസ് ചെയ്താൽ മതിയേ. ഇത് പ്ലേ സ്റ്റേഷനാണ് കേട്ടോ. പ്ലേ സ്റ്റേഷനും അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മൗസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതേ പ്ലേ സ്റ്റേഷനൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ ഇത് ഇങ്ങോട്ട് വന്നോ, അതൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതൊക്കെ കീബോർഡ് ഉണ്ട്, കുറേ വെറൈറ്റിയിൽ ബ്ലൂടൂത്ത് സ്പീക്കറില്ലേ, അതൊക്കെ ഞാൻ കണ്ടിട്ടോ. അതേ കണ്ടില്ലേ, ഇതൊക്കെ ഇതേ ഓഫേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള. മേളിൽ കാണുന്നതിൻ്റെ ഓഫേഴ്സാണ്. അപ്പോൾ വേണ്ടവർ പോസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വന്ന് വാങ്ങിക്കോട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെ വോയിസ് എടുത്തിടണമെന്നാണ് കരുതിയത്. പക്ഷേ എനിക്ക് അവിടുത്തെ സൗണ്ടും കാര്യങ്ങളും കാരണം എൻ്റെ വോയിസ് ക്ലിയർ ആവണില്ല. അതാണ് കേട്ടോ ഞാൻ പിന്നെ വന്നിട്ട് വോയിസ് കൊടുക്കണേ. അപ്പോൾ ഇതാ ഈ കാണുന്ന സംഭവങ്ങളും ഒക്കെ ഓഫറുണ്ട്. ഈ സംഭവങ്ങളെന്ന് പറയുന്ന ചില സാധനങ്ങൾ എന്താണെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങളെന്ന് പറയുന്നത്. വേണ്ടവർക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ഈ ബോട്ടിൻ്റെ ഫിലിപ്സിൻ്റെയൊക്കെ ഇയർഫോൺ ഉണ്ടല്ലോ, ഇയർപോഡൊക്കെ ഓഫർ റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ ഗെയിമിംഗ് നോട്ട്ബുക്ക് എന്നൊക്കെയാണ് പറയുന്നത്. ലാപ്ടോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പോസ് ചെയ്തിട്ട് റേറ്റ് നോക്കുക. ഇതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചെറിയ വേരിയേഷൻസ് ചിലപ്പോൾ വരാം കേട്ടോ. കാരണം അത് ഓരോ ദിവസത്തെ മാർക്കറ്റിംഗ് ആ ഒരു രീതി, പിന്നെ പ്രൈസ് ഡിഫറൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ ഇവിടെ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ ഒരു റേഞ്ചിലാണ് സംഭവങ്ങൾ എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ്. ഞാനത് വീണ്ടും പറയുകയാണ് കേട്ടോ. പിന്നെ അതേ ടി വികളൊക്കെ കണ്ടല്ലോ. ടി വിയൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോവുക കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ ടി വിയുടെയൊക്കെ ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഇത് സ്പീക്കറാണ് കേട്ടോ. ഞാൻ ചെന്നപ്പം ഈ സ്പീക്കറിൽ ഒരു പാട്ട് ഇട്ടാണ് ടും എന്നും പറഞ്ഞാണ് സൗണ്ട്. ഞാൻ ശരിക്കും പേടിച്ചു പോയായിരുന്നു. ബോട്ടിൻ്റെയൊക്കെ ബ്ലൂടൂത്ത് സ്പീക്കറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് ഈ കാണുന്ന സ്പീക്കറിലാണ് കേട്ടോ പാട്ടിട്ടത്. ഭയങ്കര സൗണ്ടാണ്, നല്ല രസമാണ് കേൾക്കാൻ. പിന്നെ ഇവിടെ അതേ ഹോം തിയേറ്ററും സംഭവങ്ങളൊക്കെ അതേ റേറ്റും കാര്യങ്ങളും ഒക്കെ ദേ ഈ കാണിച്ചിട്ടുണ്ട്. വീണ്ടും പറയാം, പോസ് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ ദേ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദേ എല്ലാ സാധനങ്ങളും ഇവിടെയും ദേ ഇങ്ങോട്ട് വരുമ്പോൾ സ്പീക്കേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബോയ്സിനായിരിക്കും ഇതിനോടൊക്കെ കൂടുതൽ താല്പര്യം. ഈ ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ റേറ്റൊക്കെ ഓരോ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവർ റേറ്റ് ഡിസ്പ്ലേ ചെയ്യാത്തത് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെല്ലുകയാണെങ്കിൽ ഓൾറെഡി അവിടെ സെയിൽസ് പേഴ്സൺസ് നിൽപ്പുണ്ട്. അവർ നമ്മുടെ കൺവീനിയൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു കൊടുത്താൽ അവർ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനം കാണിച്ചു തരും കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലുലുവിൽ ഇപ്പോൾ താഴെ ആണെങ്കിലും മുകളിലാണെങ്കിലും ഈ ഒരു കസ്റ്റമർ സർവീസ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. എല്ലാ സ്റ്റാഫുകളും എന്ത് കാര്യം ചോദിച്ചാലും നല്ല പ്ലസൻ്റായിട്ട് നല്ല സ്മൈലിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അത് മേ ബി അവരെ ട്രെയിൻ ചെയ്തത് തന്നെ ആയിരിക്കാം. പക്ഷേ എനിക്ക് കുറേ അടുത്തുനിന്ന് നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളോടൊരു കലിപ്പ് പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ അടുത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും എന്തെടുത്ത് തരാൻ പറഞ്ഞാലും അവർ ഓടിപ്പോയി എടുത്തു തരും. നല്ല നമ്മളൂടെ ഭയങ്കര കോപ്പറേറ്റീവായിട്ടാണ് കേട്ടോ അവർ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് വാങ്ങാനല്ല ഒരു സാധനം, ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, പിന്നീട് വാങ്ങാൻ പ്ലാൻ ആണെങ്കിലും നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഹെയർ ട്രിമ്മേഴ്സും അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഇവിടെ ഉണ്ട്. ഹെയർ ഡ്രയർ ആയാലും സ്ട്രെയിറ്റ്നർ ആയാലും സ്റ്റീമർ ആയാലും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം മുകളിൽ എല്ലാം കുറേ ബ്രാൻഡും കാര്യങ്ങളല്ല, എന്നാലും ഉള്ളതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ ഇവിടെ ഒന്ന് വാങ്ങിച്ചാൽ മതി. ഈ ഒരു ഫാൻ എന്ന് പറയുന്നത് റീചാർജബിൾ ആണ് കേട്ടോ. നമുക്ക് കറണ്ട് പോയാലും കുത്തിയിട്ടിട്ടല്ല, കറണ്ട് പോയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. പിന്നെ അത് ഈ മിക്സിക്കൊക്കെ നിറയെ ഓഫേഴ്സ് ഉണ്ട്. ഗ്യാസ് സ്റ്റൗവിനൊക്കെ നിറയെ ഓഫേഴ്സ് ഉണ്ട്.
പിന്നത്തെ നിറയെ ഫ്രിഡ്ജസ് നിങ്ങൾക്ക് കാണാം. ഇതിൽ ഏത് ഫ്രിഡ്ജ് വേണമെങ്കിലും നിങ്ങൾക്കിപ്പോൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ മോഡൽ നോക്കി വെച്ചിട്ടൊന്ന് പോവുക കേട്ടോ. അവിടെ ചെല്ലുമ്പം അവിടുത്തെ സ്റ്റാഫ് തന്നെ നിങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നല്ലതാണല്ലോ. ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ട്, വാഷിംഗ് മെഷീനൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ മോഡലിൻ്റെ ആ ഒരു ബ്രാൻഡും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഫ്രണ്ട് ലോഡ് ഉണ്ട്, ടോപ്പ് ലോഡ് ഉണ്ട്. ഇപ്പോൾ ഏത് വേണമെന്ന് വെച്ചാൽ നോക്കിയാൽ മതി. ഏതൊക്കെയോ ഓഫേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി ഇതേ തുറന്ന്, ഇപ്പോൾ തന്നെ കണ്ടില്ലേ വേറൊരാൾ തുറന്ന് നോക്കിയെടുക്കണേ. അപ്പോൾ തുറന്ന് കാണിച്ച് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, അതേ ഈ ഒരു ഫ്രണ്ട് ലോഡ് തന്നെ നിറയെ ഇതേ കണ്ടില്ലേ, കാണുമ്പം തന്നെ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ തോന്നും. ആ രീതിയിലാണ് എല്ലാം ഇരിക്കുന്നത്. പിന്നെ മിക്സീസൊക്കെ തന്നെ നിറയെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ ഇങ്ങോട്ട് വന്നോളൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം നല്ല രീതിക്കാണ് വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരുടെയും പ്രൈവസിയും കൂടെ മാനിച്ചിട്ട് വരുന്ന കസ്റ്റമേഴ്സിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ മാക്സിമം എടുക്കാൻ നോക്കിയിരിക്കുന്നത്. പലരും ഇതിൽ പെടാതിരിക്കാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രദ്ധിച്ചു കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും അറിയാതൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്കറിയാം ലെങ്ത് ഇത്തിരി കൂടുതലാണ്. നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന്. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് വേണ്ട ഭാഗം അല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ടോളൂ. കാരണം ലെങ്ത് കൂടുതലാണ്. ഇത് എനിക്കൊരു പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടാൻ അങ്ങനെ വേണ്ട എന്ന് കരുതി എല്ലാം ഒറ്റയടിക്കാൻ കാണുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാം ഓരോരുത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഇപ്പോൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ക്ലിയറായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോയിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ മാക്സിമം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് 3 മണിക്കൂറുള്ള വീഡിയോ ആണ് 1 മണിക്കൂറിലേക്കാക്കി ചുരുക്കിയത് കേട്ടോ. അപ്പോൾ എൻ്റെ എഫേർട്ട് നിങ്ങൾ കാണാതെ പോകരുത്. അപ്പം നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ നമുക്ക് ഇനിയും കൊല്ലത്ത് ഓരോ പുതിയ ഐറ്റംസ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അതിനെ വിജയിപ്പിക്കുക. നമ്മുടെ കൊല്ലവും നല്ല ഡെവലപ്ഡ് ആയിട്ട് വരണമല്ലോ. ആവുന്നുണ്ട്, ഇനിയും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഒരു കൊല്ലംകാരി എന്ന നിലയിൽ ഞാനും പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും അത്യാവശ്യം ഒരു കൊടക്കീഴിൽ കിട്ടുന്നതായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്തായാലും വന്ന് നോക്കുക, മാക്സിമം വിജയിപ്പിക്കുക. ഇത് കണ്ടില്ലേ, ഇത് ഡയറി മിൽക്കിൻ്റെ തന്നെ പ്ലം ഡിസേർട്ട് എന്ന് പറയുന്ന പുതിയൊരു സാധനമാണ് കേട്ടോ. കണ്ടപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ. ഇത് ആശീർവാദ് സിനിമാസാണ്, അതും ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ ബൈ.